കാണുന്നുണ്ട്. ഹായ്. അപ്പൊ ഇന്ന് നമ്മള് പ്രിലിംസിലെ സിലബസിൽ വരുന്ന സ്പോർട്സ് കായികം എന്നുള്ള ഭാഗമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ പ്രാവശ്യം ഡിഗ്രി ലെവൽ ആവട്ടെ അല്ലെങ്കിൽ പ്ലസ് ടു ലെവൽ ആവട്ടെ കായികം എന്നുള്ള ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. അപ്പൊ അതിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ് ഒളിമ്പിക്സ്. സിലബസിൽ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഒളിമ്പിക്സിന്റെ വേദികൾ, നടന്നിട്ടുള്ള സ്ഥലങ്ങൾ, അതുപോലെ അതിലെ പ്രധാന നേട്ടങ്ങൾ കൈവരിച്ച ആളുകൾ, പിന്നെ ഇന്ത്യയുടെ ഒളിമ്പിക്സിലെ നേട്ടങ്ങൾ പോലെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒളിമ്പിക്സിനെ കുറിച്ചുള്ള കുറച്ച് അടിസ്ഥാന വിവരങ്ങൾ, അതുപോലെയുള്ള അതുപോലെ തന്നെ ഇന്ത്യയിലെ ഒളിമ്പിക്സും ഇന്ത്യയും തമ്മിലുള്ള ഇന്ത്യയുടെ ഒളിമ്പിക്സിലെ നേട്ടങ്ങൾ, ദെൻ കേരളത്തിലെ മലയാളികൾ ഒളിമ്പിക്സിൽ പങ്കെടുത്തിട്ടുള്ളവര്, മെഡലുകൾ നേടിയവർ പോലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം കായികം അല്ലെങ്കിൽ സ്പോർട്സ് ഒരു ഇന്റർനാഷണൽ ലെവലിൽ നോക്കുമ്പോൾ ഏറ്റവും വലിയ ഒരു കായിക മാമാങ്കം ആണ് ഒളിമ്പിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ നമ്മൾ ഏറ്റവും ശ്രദ്ധ കൈവരിക്കുന്ന സ്പോർട്സ് ഇവന്റ് ആണ്, വലിയൊരു സ്പോർട്സ് ഇവന്റ് ആണ് ഒളിമ്പിക്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഏഷ്യൻ ഗെയിംസ്, കോമൺവെൽത്ത് ഗെയിംസ്, ഇതൊക്കെ ഒരു ഇന്റർനാഷണൽ ലെവലിൽ ശ്രദ്ധ നേടിയിട്ടുള്ള സ്പോർട്സ് ഇവന്റുകളാണ്, മൾട്ടി സ്പോർട്ട് ഇവന്റുകളാണ്. ഒരുപാട് സ്പോർട്സ് ഇവന്റുകൾ നടക്കുന്ന വലിയ ഒരു കായിക മാമാങ്കമാണ് ഒളിമ്പിക്സ് എന്നാണ് പറഞ്ഞു വന്നത്. അപ്പോൾ ഇന്റർനാഷണൽ ലെവലിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ കായിക മാമാങ്കം, അതുപോലെ ഏറ്റവും പഴക്കം ചെന്ന കായിക മാമാങ്കം എന്നറിയപ്പെടുന്നതാണ് ഒളിമ്പിക്സ്. ഓക്കെ, ദെൻ രണ്ടാമത്തേത്, അതായത് ലോകത്തെ രണ്ടാമത്തെ വലിയ കായിക മാമാങ്കം എന്നറിയപ്പെടുന്നത് ഏഷ്യൻ ഗെയിംസ് ആണ്. ഏഷ്യൻ ഗെയിംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏഷ്യൻ രാജ്യങ്ങൾ നടക്കുന്ന കൂടിച്ചേർന്ന് നടക്കുന്ന സംഘടിപ്പിക്കുന്ന ഗെയിംസ് ആണ് ഏഷ്യൻ ഗെയിംസ്. ദെൻ ലോകത്തിലെ മൂന്നാമത്തെ വലിയ കായിക മാമാങ്കം എന്ന് പറയുന്നത് കോമൺവെൽത്ത് ഗെയിംസ് ആണ്. ഓക്കെ, അപ്പം ഗെയിംസ് സ്പോർട്സിന്റെ കാര്യം പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഗെയിംസ് ആണ് ഇത് മൂന്നും: ഒളിമ്പിക്സ്, ഏഷ്യൻ ഗെയിംസ്, ദെൻ കോമൺവെൽത്ത് ഗെയിംസ്. അത് അതിന്റെ ആ ഓർഡറിൽ തന്നെ പഠിക്കുക. അതായത് ഏറ്റവും വലുതാണ് ഒളിമ്പിക്സ്, ദെൻ ഏഷ്യൻ ഗെയിംസ്, പിന്നെ കോമൺവെൽത്ത് ഗെയിംസ്. അപ്പൊ ഈ മൂന്ന് ഗെയിംസുകളെ കുറിച്ച് വളരെ അടിസ്ഥാനപരമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ബ്രീഫായിട്ട് നമുക്ക് ആദ്യം ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് ഒളിമ്പിക്സിനെ കുറിച്ചാണ്. ഓക്കെ, ഒളിമ്പിക്സിനെ കുറിച്ച്. അപ്പൊ ഫസ്റ്റ് പോയിന്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, എന്താണ്? അന്താരാഷ്ട്ര കായിക മാമാങ്കം, ഇന്റർനാഷണലി ഏറ്റവും വലിയ കായിക മാമാങ്കം എന്നറിയപ്പെടുന്നത് ഈ ഒളിമ്പിക്സ് ആണ്. ഓക്കെ, ഒളിമ്പിക്സ് ആണ് അന്താരാഷ്ട്ര കായിക മാമാങ്കം. ഏറ്റവും പഴയതും ഏറ്റവും വലുതുമായിട്ടുള്ള കായിക മാമാങ്കമാണ് ഒളിമ്പിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഏറ്റവും പഴയതും ഏറ്റവും വലിപ്പം മീൻസ് അതായത് ഒരുപാട് രാജ്യങ്ങൾ, ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ ചേർന്ന് പങ്കെടുത്ത ഹലോ, കേൾക്കുന്നില്ലായിരുന്നു അതുവരെ പറഞ്ഞേ? ഹലോ, ഓക്കെ. അപ്പോൾ ഒളിമ്പിക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്റർനാഷണൽ ലെവലിൽ ഏറ്റവും വലുതും ഏറ്റവും പഴക്കം ചെന്നതുമായിട്ടുള്ള കായിക മാമാങ്കമാണ് ഒളിമ്പിക്സ് എന്ന് പറയുന്നത്. നമുക്കറിയാവുന്ന പോലെ തന്നെ 4 വർഷം കൂടുമ്പോഴാണ് ഈ ഒളിമ്പിക്സ് നടക്കുന്നത്. അതായത് ഒരു വർഷം നടന്നു കഴിഞ്ഞാൽ ദെൻ അടുത്ത 4ാമത്തെ വർഷമാണ് ഈ ഒളിമ്പിക്സ് നടക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അവസാനമായിട്ട് നടന്നത് 2020-ലായിരുന്നു നടക്കേണ്ടിയിരുന്നത്. പക്ഷെ കോവിഡ് കാരണം അത് മാറ്റിവെച്ച് 2021 നടന്നത്. ഇപ്പൊ 2020-ലാണ് നടന്നതെങ്കിൽ അടുത്തത് എന്തായിരിക്കും? 2024-ലായിരിക്കും. ഈ രീതിയിൽ 4 വർഷം കൂടുമ്പോഴാണ് ഒളിമ്പിക്സ് ഗെയിംസ് നടക്കുന്നത്. ദെൻ ഒളിമ്പിക്സിൽ സമ്മർ ഒളിമ്പിക്സ്, വിന്റർ ഒളിമ്പിക്സ് എന്ന് പറഞ്ഞിട്ട് 2 പാർട്ടായിട്ട് തന്നെ ഉണ്ട്. അതായത് രണ്ടും 2 ഒളിമ്പിക്സ് ആണ്. രണ്ടിലും വേറെ വേറെ ഇവന്റുകളാണ് നടക്കുക. ഓക്കെ, ദെൻ ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പം സമ്മർ ഒളിമ്പിക്സ് ആണ് ഏറ്റവും വലുത്. അതായത് നമ്മൾ മെയിൻ ആയിട്ട് കാണുന്ന ഒളിമ്പിക്സ് ആണ് സമ്മർ ഒളിമ്പിക്സ് എന്ന് പറയുന്നത്. ദെൻ വിന്റർ ഒളിമ്പിക്സ് എന്ന് പറയുന്നത് ചെറുതാണ്. അതായത് അതിൽ കുറച്ച് രാഷ്ട്രങ്ങളെ പങ്കെടുക്കാറുള്ളൂ വിന്റർ ഒളിമ്പിക്സിൽ. അതുപോലെ തന്നെ എന്താണ്, വിന്റർ കാലത്ത് നടക്കുന്ന, അതായത് വിന്ററുമായി ബന്ധപ്പെട്ട ഇവന്റുകളായിരിക്കും അതിൽ മേജർ ആയിട്ടും ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക വിന്റർ ഒളിമ്പിക്സിൽ. ഓക്കെ, ദെൻ ഈ 2 ഒളിമ്പിക്സും, അതായത് നമ്മൾ പറഞ്ഞു ഒളിമ്പിക്സ് 4 വർഷം കൂടുമ്പോഴാണ് നടക്കുക എന്ന് പറഞ്ഞു. ദെൻ ഈ സമ്മർ ഒളിമ്പിക്സും വിന്റർ ഒളിമ്പിക്സും ഇതുപോലെ തന്നെ 4 വർഷം കൂടുമ്പോഴാണ് നടക്കുന്നത്. അതായത് ഇപ്പൊ 2020-ൽ സമ്മർ ഒളിമ്പിക്സ് നടന്നാല് പിന്നെ സമ്മർ ഒളിമ്പിക്സ് നടക്കുന്നത് 2024-ലാണ്.
ദെൻ വിന്റർ ഒളിമ്പിക്സ് നടക്കുന്ന എന്നായിരിക്കും? ഇതിന് രണ്ടിനും ഇടയിലുള്ള ഒരു വർഷത്തിൽ, അതായത് 2 വർഷം കൂടുമ്പോൾ സമ്മർ ഒളിമ്പിക്സും വിന്റർ ഒളിമ്പിക്സും മാറി മാറി വരും. ഓക്കെ, പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അതായത് 2020 സമ്മർ ഒളിമ്പിക്സ് നടന്നു. പിന്നെ സമ്മർ ഒളിമ്പിക്സ് നടക്കുക എന്നാണ് 2024 ഞാനൊരു ഉദാഹരണം പറയാണ് കേട്ടോ. ഈ വർഷങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും, ഓരോ ഒളിമ്പിക്സ് നടന്ന വർഷങ്ങളൊക്കെ. ദെൻ 2020 സമ്മർ ഒളിമ്പിക്സ് നടന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ പിന്നെ അടുത്തത് എന്നായിരിക്കും? 2024 എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ വിന്റർ ഒളിമ്പിക്സ് വരിക എന്നായിരിക്കും? 2020നും 2024നും ഇടയിലുള്ള 2022 വിന്റർ ഒളിമ്പിക്സ് നടക്കുക. ദെൻ അടുത്ത വിന്റർ ഒളിമ്പിക്സ് എന്നായിരിക്കും വരിക? 2026. ഓക്കെ, അപ്പൊ ക്രമമായിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു ഉദാഹരണമായിട്ട് എടുക്കുകയാണെങ്കിൽ 2020 സമ്മർ നടന്നാൽ പിന്നെ 2022 വിന്റർ ഒളിമ്പിക്സ് നടക്കും. ദെൻ 2024 സമ്മർ ഒളിമ്പിക്സ് നടക്കും. 2026 വീണ്ടും വിന്റർ ഒളിമ്പിക്സ് നടക്കും. ഓക്കെ, അപ്പൊ ഈ വിന്റർ ഒളിമ്പിക്സും സമ്മർ ഒളിമ്പിക്സും ഈ 2 വർഷങ്ങൾ മാറി മാറിയാണ് വരുന്നത്. ഓക്കെ, ദെൻ ഒന്നെടുക്കുകയാണ്, അതായത് സമ്മർ ഒളിമ്പിക്സ് മാത്രം നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് 4 വർഷം കൂടുമ്പോഴാണ് നടക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഈ ഒളിമ്പിക്സിന്റെ തുടക്കത്തിൽ, അല്ലെങ്കിൽ പുരാതന ഒളിമ്പിക്സ്, ആധുനിക ഒളിമ്പിക്സ് എന്ന് പറഞ്ഞിട്ട് 2 ഒളിമ്പിക്സ് തന്നെയുണ്ട്. ഇങ്ങനെ ഈ തുടക്കത്തിൽ ഒളിമ്പിക്സ് ഒക്കെ ഫോം ചെയ്തു വരുന്ന അന്നൊന്നും ഇങ്ങനെ 2 രീതിയിലുള്ള ഒളിമ്പിക്സ് ഒന്നുമില്ല. ഇതൊക്കെ പോകെ പോകെ പിന്നീട് ഓരോ മാറ്റങ്ങൾ വന്നിട്ട് ഒളിമ്പിക്സിൽ പിന്നീട് കൂടി ചേർന്ന ഓരോ മാറ്റങ്ങളാണ് ഇതൊക്കെ. ഓക്കെ, അപ്പൊ ജസ്റ്റ് അതൊന്ന് ഓർത്ത് വെക്കുക. സമ്മർ ഒളിമ്പിക്സ്, വിന്റർ ഒളിമ്പിക്സ് എന്ന് പറഞ്ഞിട്ട് 2 ഒളിമ്പിക്സ് ഉണ്ട്. സമ്മർ ഒളിമ്പിക്സ് തന്നെയാണ് വലുത്, ഏറ്റവും വലുത്. ഓക്കെ, ഒളിമ്പിക്സിന്റെ ഒരു തുടക്കം എന്ന് പറയുന്നത്, അതായത് ലോകത്തിൽ ആദ്യമായിട്ട് ഒളിമ്പിക്സ് നടക്കുന്നത് ഒളിമ്പിയ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എവിടെയാണ് ഒളിമ്പിയ? ഗ്രീസിലാണ് ഒളിമ്പിയ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഗ്രീസിലെ ഒളിമ്പിയയിൽ BC 8-ാം നൂറ്റാണ്ട് മുതൽ AD 4-ാം നൂറ്റാണ്ട് വരെയാണ് എന്തുണ്ടായിരുന്നത്? ഈ ഒരു ആദ്യത്തെ ഒരു ഒളിമ്പിക്സിന്റെ തുടക്കം, അല്ലെങ്കിൽ പുരാതന ഒളിമ്പിക്സ്, ആൻഷ്യന്റ് ഒളിമ്പിക്സ് നടന്നിരുന്നത് ഗ്രീസിലെ ഒളിമ്പിയയിലായിരുന്നു. അപ്പൊ ആ ഒളിമ്പിയ എന്ന സ്ഥലത്താണ് ആദ്യമായിട്ട് ഒളിമ്പിക്സ് നടന്നത്. അതുകൊണ്ടാണ് ഈ ഗെയിംസിന് ഒളിമ്പിക്സ് എന്നുള്ള ആ ഒരു പേര് ഒളിമ്പിയ എന്ന സ്ഥലത്തിന്റെ പേരിൽ നിന്ന് വന്നതാണ്. അപ്പൊ ഒളിമ്പിയ എന്ന സ്ഥലം എവിടെയാണ്? ഗ്രീസിലാണ്. ഗ്രീസിലാണ് ഒളിമ്പിക്സിന്റെ തുടക്കം എന്നുള്ള കാര്യം ഒന്ന് ഓർത്തു വെക്കുക. ഓക്കെ, ഈ ഒളിമ്പിക്സിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് എന്തായാലും അറിഞ്ഞിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേം, അല്ലെങ്കിൽ ഒരു സ്ഥാപനം, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ആണ് IOC എന്ന് പറയുന്നത്. IOC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി. എന്താണ് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? IOC അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒളിമ്പിക്സ് ഗെയിമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വ്യക്തികള്, അതുപോലെ സ്ഥാപനങ്ങള്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു ഭരണ സമിതിയാണ് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി. ഓക്കെ, ഇപ്പൊ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? വേൾഡ് ഹെൽത്ത്, ഹലോ, എന്താ ഡൗട്ട് ഉണ്ടോ? വേൾഡ് ഓർഗനൈസേഷൻ എന്താ? വേൾഡ് ഓർഗനൈസേഷൻ പറയുന്നുള്ളൂ. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? അതായത് WHO എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ്. അത് എന്തിനു വേണ്ടിയിട്ട് സ്ഥാപിച്ചതാണ്? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ലോകത്തിലെ മൊത്തം രാജ്യങ്ങളുടെയും, അല്ലെങ്കിൽ ലോകത്തിന്റെ തന്നെ ആരോഗ്യ കാര്യങ്ങളിലാണ് ഇത് ഇടപെടുന്നത്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഇടപെടുന്നത്. അതുപോലെ ലോകത്തിലെ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്തിലെ ഒളിമ്പിക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഇന്റർനാഷണൽ സ്പോർട്സ് ഇവന്റ് ആണെന്ന് പറഞ്ഞു. അന്താരാഷ്ട്ര കായിക ഇനമാണ്, കായിക ഗെയിമാണ് ഒളിമ്പിക്സ് എന്ന് പറയുന്നത്. ഈ ഒളിമ്പിക്സിന്റെ കാര്യങ്ങളൊക്കെ മൊത്തം മാനേജ് ചെയ്യാനും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യക്തികള്, അതുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങള്, ഇതെല്ലാം നിയന്ത്രിച്ചു നിർത്താനും സ്ഥാപിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ഭരണ സമിതിയാണ്, ഒരു ഓർഗനൈസേഷൻ ആണ് എന്ത്? IOC എന്ന് പറയുന്നത്, ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയാണ് ഈ ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. ഇതിന്റെ വേദി ആവട്ടെ, അതിന്റെ ഒരു ഒളിമ്പിക്സ് നടത്തുക എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിലൊരു സൽക്കാരം നടത്തുന്ന പോലെയാണോ? അല്ല, അത് വലിയൊരു ഇവന്റ് ആണ്. ഒരുപാട് രാജ്യങ്ങളിൽ നിന്നുള്ള ഒരുപാട്
താരങ്ങൾ മത്സരിക്കുന്ന, അതുപോലെ ഒരുപാട് ഇവന്റ്സ് നടക്കുന്ന, ഒരുപാട് വേദിയിൽ ഒരുപാട് ഇവന്റ്സ് ഒക്കെ നടക്കുന്ന വലിയൊരു ഇവന്റ് ആണ് അല്ലെ. അപ്പൊ അതിനെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ അതിനൊരു ഓർഗനൈസേഷൻ തന്നെ വേണം. അതിന് വേണ്ടിയിട്ടുള്ള ഓർഗനൈസേഷൻ ആണ് എന്ത്? IOC, ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി. ഈ ഒളിമ്പിക് കമ്മിറ്റിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ലൂസെന്ന എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ലൂസെന്ന എന്ന് പറയുന്നത് സ്വിറ്റ്സർലൻഡിലെ ആണ്. സ്വിറ്റ്സർലൻഡ് എന്ന രാജ്യത്താണ് ലൂസെന്ന സ്ഥിതി ചെയ്യുന്നത്. ലൂസെന്നയിലാണ് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. ദെൻ ഇങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിക്കണമെങ്കിൽ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഒരാൾ ഉണ്ടാവുമല്ലോ. അതായത് എന്തൊരു കാര്യത്തിനും അത് രൂപീകരിക്കാൻ ഒരാൾ ഉണ്ടായിട്ടുണ്ടാവും. അതുപോലെ ഈ ഒരു ഒളിമ്പിക് കമ്മിറ്റി, ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി എന്ന IOC സ്ഥാപിച്ചത് ബാരൻ പിയറി ഡി കുബർട്ടിൻ എന്ന ആളാണ്. ബാരൻ പിയറി ഡി കുബർട്ടിൻ. ഇദ്ദേഹം ഇത് സ്ഥാപിക്കുന്നത് 1894 ആ വർഷം ഓർത്തു വെക്കുക. 1894 IOC, ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി രൂപീകരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിനുശേഷം 1894 ഈ ഒരു കമ്മിറ്റി രൂപീകരിച്ചതിന് ശേഷം ആദ്യമായിട്ട് അതിനുശേഷം വന്ന ഒളിമ്പിക്സ് എന്ന് പറയുന്നത് 1896 ഓക്കെ, 94 ഈ കമ്മിറ്റി രൂപീകരിച്ചു. ഇതിനുശേഷം പിന്നീട് ഒരു ഒളിമ്പിക്സ് നടന്നത് 96 1896. ഓക്കെ, അത് എവിടെ വെച്ചാണ് നടന്നത്? ഏതൻസിൽ വെച്ചിട്ടാണ് ആ ഒരു ഒളിമ്പിക്സ് നടക്കുന്നത്, ഏതൻസിൽ. ഓക്കെ, ഈ ഒളിമ്പിക്സ് ആണ് എന്ത്? ഫസ്റ്റ് മോഡേൺ ഒളിമ്പിക്സ് എന്ന് പറയുന്നത്. അതായത് ആദ്യത്തെ ആധുനിക ഒളിമ്പിക്സ് എന്ന് പറയുന്നത് 1896 ഏതൻസിൽ വെച്ച് നടന്നിട്ടുള്ള ഒളിമ്പിക്സ് ആണ്. ഓക്കെ, അപ്പൊ മോഡേൺ ഒളിമ്പിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആധുനിക ഒളിമ്പിക്സ്. അപ്പൊ ഒരു ആധുനിക ഒളിമ്പിക്സ് ഉണ്ടെങ്കിൽ എന്തായാലും ഒരു പുരാതന ഒളിമ്പിക്സ് ഉണ്ടാവൂലേ? പണ്ടത്തെ ഒരു ഒളിമ്പിക്സും ഇപ്പത്തെ പുതിയൊരു ഒളിമ്പിക്സും. അതായത് നമ്മൾ പറഞ്ഞു ഒളിമ്പിക്സിന്റെ തുടക്കം എന്ന് പറയുന്നത് AD 8-ാം നൂറ്റാണ്ട് മുതൽ BC 8-ാം നൂറ്റാണ്ട് മുതൽ AD 4-ാം നൂറ്റാണ്ട് വരെയാണ് എന്ന് പറഞ്ഞു. ഗ്രീസിലെ ഒളിമ്പിയയിലാണ് തുടങ്ങിയത് എന്ന് പറഞ്ഞു. അതൊക്കെ പുരാതന ഒളിമ്പിക്സ് ആണ്. അതായത് ഒളിമ്പിക്സിന്റെ പഴയ രൂപം അല്ലെങ്കിൽ പഴയ കാലത്തെ ഒളിമ്പിക്സ് ഗെയിം ആണ് അതൊക്കെ. ദെൻ ഈ ഒരു പുതിയ ഒളിമ്പിക്സ്, ആധുനിക ഒളിമ്പിക്സ് രൂപം കൊള്ളുന്നത് 1896 ഏതൻസിലാണ്. അതിന് കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഴയ കാലത്തൊക്കെ ഒളിമ്പിക്സ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തേക്ക് ഒരു ഇവന്റ് ആയിരുന്നു. അതായത് ചെറിയ രീതിയിലുള്ള ഒരു സ്പോർട്സ് ഇവന്റ് ആയിരുന്നു അത്. ദെൻ അത് പിന്നീട് വിപുലീകരിച്ച് വന്നു. അന്നും അതെന്താണ് 4 വർഷം കൂടുമ്പോൾ തന്നെയാണ് നടത്തിയിരുന്നത്. അതായത് BC 8-ാം നൂറ്റാണ്ടിൽ തുടങ്ങിയ ഗ്രീസിലെ ഒളിമ്പിയയിൽ തുടങ്ങിയ ഒളിമ്പിക്സ് എന്ന് പറയുന്നത് പുരാതന ഒളിമ്പിക്സ് ആണ്, പണ്ടത്തെ ഒളിമ്പിക്സ് ആണ്. അന്ന് അത് തുടങ്ങി 4 വർഷം കൂടുമ്പോൾ അത് നടന്നു. പക്ഷെ അന്നൊക്കെ ചെറിയ രീതിയിലുള്ള ഒരു ഒളിമ്പിക്സ് ആയിരുന്നു. ദെൻ 1894 വരുന്ന സമയത്ത് ഈ ഒരു വർഷമൊക്കെ ആവുമ്പോൾ നമുക്കൊരു കമ്മിറ്റി ഒക്കെ രൂപീകരിച്ചു. ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി എന്ന പേരിൽ ഒരു കമ്മിറ്റി ഒക്കെ രൂപീകരിച്ചു. അപ്പൊ എന്താണ് അതിൻ്റെതായ മാറ്റങ്ങൾ, ഒരു കമ്മിറ്റി ഒക്കെ രൂപീകരിച്ചിട്ട് ഒരു ഒളിമ്പിക്സ് അല്ലെങ്കിൽ വലിയ ഗെയിം ഒക്കെ നടത്തുമ്പോൾ അതിൻ്റെതായ മാറ്റങ്ങൾ ആ ഗെയിമിൽ വരും അല്ലെ. അപ്പൊ ആ ഒരു രീതിയിൽ ഒരു കമ്മിറ്റി ഒക്കെ രൂപീകരിച്ചതിന് ശേഷം ആധുനികമായ രീതിയിൽ അല്ലെങ്കിൽ ഒരു മോഡേൺ ആയിട്ട് ഒരു ഒളിമ്പിക്സ് നടത്തി. അതാണ് ആദ്യത്തെ മോഡേൺ ഒളിമ്പിക്സ് എന്ന് പറയുന്നത് 1896. ആ വർഷം ഇമ്പോർട്ടന്റ് ആണ്. ആ വർഷങ്ങളൊക്കെ ഓർത്തു വെക്കുക കേട്ടോ. അതായത് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒളിമ്പിക്സിനെ കുറിച്ച് നമുക്ക് വളരെ ബേസിക് ആയിട്ട് നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങള്. ഈ കാര്യങ്ങള് ഒന്നുകൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. അതായത് ഒളിമ്പിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കായിക മാമാങ്കമാണ്. ഏറ്റവും പഴയതും ഏറ്റവും വലുതും ഏറ്റവും പഴക്കം ചെന്ന കായിക മാമാങ്കം, അതുപോലെ ഏറ്റവും വലിയ കായിക മാമാങ്കം എന്നറിയപ്പെടുന്നതും ഒളിമ്പിക്സ് ആണ്. ദെൻ 4 വർഷം കൂടുമ്പോഴാണ് ഒളിമ്പിക്സ് നടക്കുന്നത്. അത് പണ്ട് പുരാതന ഒളിമ്പിക്സിലും ഇപ്പോഴത്തെ ഒളിമ്പിക്സ് ഒക്കെ 4 വർഷം കൂടുമ്പോഴാണ് നടക്കുന്നത്. ദെൻ ഒളിമ്പിക്സിൽ തന്നെ സമ്മർ ഒളിമ്പിക്സ്, വിന്റർ ഒളിമ്പിക്സ് എന്ന് പറഞ്ഞിട്ട് 2 ഒളിമ്പിക്സ് ഉണ്ട്. സമ്മർ ഒളിമ്പിക്സ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ കാണുന്ന ഒളിമ്പിക്സ് അല്ലെങ്കിൽ നമ്മൾ വലിയ രീതിയിൽ ആഘോഷിക്കുന്ന ഒളിമ്പിക്സ് ഉണ്ടല്ലോ, അതാണ് സമ്മർ ഒളിമ്പിക്സ്. അതായത് സമ്മർ ഒളിമ്പിക്സ് ആണ് ഏറ്റവും വലുത്. അതിലാണ് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളും ഏറ്റവും കൂടുതൽ ഇവന്റുകളൊക്കെ നടക്കുന്നത് സമ്മർ ഒളിമ്പിക്സിലാണ്. ദെൻ വിന്റർ ഒളിമ്പിക്സ് എന്ന് പറഞ്ഞാൽ വിന്റർ കാലഘട്ടത്തിൽ, ശൈത്യ കാലഘട്ടത്തിൽ നടക്കുന്ന ഒളിമ്പിക്സ് ആണ്. അതായത് വിന്ററുമായി ബന്ധപ്പെട്ടുള്ള ഗെയിംസ് ആയിരിക്കും അതിൽ മേജർ ആയിട്ടും ഫോക്കസ് ചെയ്തിട്ടുണ്ടാവുക. വിന്ററുമായി ബന്ധപ്പെട്ട ഇവന്റുകൾ. അതുപോലെ തന്നെ അതിൽ കുറച്ച് രാജ്യങ്ങളൊക്കെയാണ് പങ്കെടുക്കുന്നത്. അതായത് സമ്മർ ഒളിമ്പിക്സിലെ പോലെ അത്ര വലിയ ഒരു ഗെയിം അല്ല വിന്റർ ഒളിമ്പിക്സ്. വലുത് തന്നെയാണ്. മറ്റ് ചെറിയ ഗെയിമുകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വലിയൊരു ഒളിമ്പിക്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെതായ പ്രാധാന്യം വലുതും ഒക്കെ തന്നെയാണ്. പക്ഷെ വിന്റർ ഒളിമ്പിക്സ് സമ്മർ ഒളിമ്പിക്സിനെ വെച്ച് നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോൾ വിന്റർ ഒളിമ്പിക്സിൽ
90-91 രാജ്യങ്ങളാണ് ഏകദേശം വിന്റർ ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ അത് എന്താണ്, ചെറിയൊരു ഒളിമ്പിക്സ്. ദെൻ ഇത് രണ്ടും 2 വർഷം ഇടകലർന്നാണ് വരുന്നത് നമ്മൾ പറഞ്ഞു. അതായത് സമ്മർ ഒളിമ്പിക്സ് 4 വർഷം കൂടുമ്പോഴാണ്. ദെൻ അതിന്റെ ഇടയിലായിട്ടാണ് ഈ വിന്റർ ഒളിമ്പിക്സ് വരിക. അതും 4 വർഷം കൂടുമ്പോഴാണ് നടക്കുക. അതായത് 2020 സമ്മർ ഒളിമ്പിക്സ് നടന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 2022 വിന്റർ ഒളിമ്പിക്സ് നടക്കും. ദെൻ 2024 വീണ്ടും സമ്മർ ഒളിമ്പിക്സ് നടക്കും. ദെൻ 2026 പിന്നെ വിന്റർ ഒളിമ്പിക്സ് ആയിരിക്കും നടക്കുക. അപ്പൊ സമ്മറും വിന്ററും ഈ 2 വർഷം കൂടുമ്പോൾ ഇടകലർന്ന് വരും. രണ്ട് സമ്മർ ഒളിമ്പിക്സുകൾ 4 വർഷം കൂടുമ്പോഴാണ് നടക്കുക. 2 വിന്റർ ഒളിമ്പിക്സുകളും 4 വർഷം കൂടുമ്പോഴാണ് നടക്കുക. ദെൻ ഇതിന്റെ തുടക്കം, ഒളിമ്പിക്സിന്റെ തുടക്കം എവിടെ നിന്നാണ്, എന്നാണ് ഈ ഒളിമ്പിക്സ് എന്നുള്ള ആ ഒരു ആശയം രൂപം കൊണ്ടത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഗ്രീസിൽ നിന്നാണ് ഈ ഒളിമ്പിക്സ് തുടങ്ങുന്നത്. ഗ്രീസിലെ ഒളിമ്പിയ എന്ന സ്ഥലത്താണ് ആദ്യമായിട്ട് ഒളിമ്പിക്സ് നടക്കുന്നത്. അത് ഏത് കാലഘട്ടത്തിലാ? ഒരു BC, ബിഫോർ ക്രിസ്തുവിന്റെ മുമ്പ് 8-ാം നൂറ്റാണ്ട് മുതൽ ഏകദേശം AD 4-ാം നൂറ്റാണ്ട് വരെയൊക്കെയാണ് ഈ ഒരു പഴയ ഒളിമ്പിക്സ് നിലനിന്നിരുന്നത്. ഓക്കെ, അന്നത്തെ ഒളിമ്പിക്സ് എന്നൊക്കെ പറയുന്നത് 1 ദിവസം 2 ദിവസമൊക്കെ നീണ്ടു നിന്നിരുന്ന ഒരു ഡൗട്ട് ഉണ്ട്. ആ ഇത് AD 4 പറഞ്ഞാ എന്താ? AD 4-ാം നൂറ്റാണ്ട്, ആഫ്റ്റർ ഡെത്ത് ഓഫ് ക്രിസ്തു, അതായത് ക്രിസ്തുവിന്റെ മരണശേഷം 4-ാം നൂറ്റാണ്ട്. ഓക്കെ, മനസ്സിലായോ? ഈ AD BC വർഷങ്ങളൊക്കെ നമ്മൾ പറയില്ലേ? BC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഫോർ ക്രിസ്തു, AD എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഫ്റ്റർ ഡെത്ത്, അതായത് ക്രിസ്തുവിന്റെ ശേഷം എന്നുള്ളതാണ് ഉദ്ദേശിച്ചത് കേട്ടോ. ഓക്കെ. ദെൻ ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കമ്മിറ്റിയാണ്, അല്ലെങ്കിൽ ഒളിമ്പിക്സിന്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തി നിയന്ത്രിച്ച് മാനേജ് ചെയ്യുന്ന കമ്മിറ്റിയാണ് IOC, ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി എന്ന് പറയുന്നത്. ഇതാണ് ഒളിമ്പിക്സിന്റെ എല്ലാം തീരുമാനിക്കുന്നത്, എല്ലാം ഇതിന്റെ അണ്ടറിലാണ്. ഓക്കെ. ദെൻ ഒളിമ്പിക്സ് ഗെയിമുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങളെയും വ്യക്തികളെയും ഉൾക്കൊള്ളുന്ന ഒളിമ്പിക് പ്രസ്ഥാനത്തിന്റെ ഭരണസമിതി, അതായത് ഒളിമ്പിക് പ്രസ്ഥാനത്തിന്റെ ഭരണസമിതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒളിമ്പിക് പ്രസ്ഥാനത്തിന്റെ എല്ലാ കാര്യങ്ങളും ഭരിക്കുന്നതും നോക്കുന്നതും ആരാണ്? ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി ആണ്. ഓക്കെ, ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ലൂസെന്നയാണ്. IOCയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ലൂസെന്ന എന്ന് പറയുന്നത് സ്വിറ്റ്സർലൻഡിലാണ്. ദെൻ ഈ ലൂസെന്നയിൽ തന്നെ ഒരു ഒളിമ്പിക് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നുണ്ട്. നമ്മൾ പിന്നീട് പറയും ഒളിമ്പിക് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ലൂസെന്ന എന്ന് പറയുന്നത് IOCയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ആണ്. ദെൻ ഈ IOC സ്ഥാപിച്ചത് ബാരൻ പിയറി ടി കുബർട്ടിൻ എന്ന ആളാണ്. പേര് ഇമ്പോർട്ടന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒളിമ്പിക്സിന്റെ പിതാവ് എന്നൊക്കെയാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അതായത് അദ്ദേഹമാണ് ഈ കമ്മിറ്റി രൂപീകരിക്കുന്നത്. മോഡേൺ ഒളിമ്പിക്സിന്റെ പിതാവാണ് കേട്ടോ, ബാരൻ പിയറി ഡി കുബർട്ടിൻ എന്ന് പറയുന്നത്. അദ്ദേഹം 1894 എന്ത് രൂപീകരിക്കുന്ന? IOC രൂപീകരിക്കുന്നത് 1894 രൂപീകരിച്ചതിന് ശേഷം ആദ്യമായിട്ട് മോഡേൺ ഒളിമ്പിക്സ് നടന്നത് 1896 ആദ്യത്തെ മോഡേൺ ഒളിമ്പിക്സ് നടക്കുന്നത്. അത് എവിടെയാണ് നടന്നത്? ഏതൻസില്, ഗ്രീസിലെ തന്നെ ഏതൻസില്. ഓക്കെ. അപ്പോ ആൻഷ്യന്റ് ഒളിമ്പിക്സ്, പുരാതന ഒളിമ്പിക്സും അതുപോലെ ആധുനിക ഒളിമ്പിക്സും ആദ്യമായി നടക്കുന്നത് രണ്ടും ഗ്രീസിലാണ്. പുരാതന ഒളിമ്പിക്സ് നടക്കുന്നത് ഗ്രീസിലെ ഒളിമ്പിയ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ആധുനിക ഒളിമ്പിക്സ് നടക്കുന്നത് ഗ്രീസിലെ ഏതൻസ് എന്ന സ്ഥലത്താണ്. പുരാതന ഒളിമ്പിക്സ് നടക്കുന്നത് BC 8-ാം നൂറ്റാണ്ട് മുതലാണ്. ദെൻ ആധുനിക ഒളിമ്പിക്സ് നടക്കുന്നത് 1896 പിന്നെ ഇത്ര കാര്യങ്ങളാണ് നമ്മൾ ഒളിമ്പിക്സിനെ കുറിച്ച് ബേസിക് ആയിട്ട് പറഞ്ഞു കേട്ടോ. ദെൻ അടുത്തതായിട്ട് നമുക്ക് ഏഷ്യൻ ഗെയിംസ് എന്താ നോക്കാം. ഏഷ്യൻ ഗെയിംസിനെ കുറിച്ച് ഇന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല. നമുക്ക് പിന്നീട് വേറൊരു ക്ലാസ്സിൽ ഏഷ്യൻ ഗെയിംസും കോമൺവെൽത്ത് ഗെയിംസും എടുക്കാം. ഇന്ന് നമ്മൾ ഒളിമ്പിക്സിന്റെ കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് പറയുക. ദെൻ ഏഷ്യൻ ഗെയിംസും കോമൺവെൽത്തും ഗെയിംസും എന്താണെന്ന് ജസ്റ്റ് ഒന്ന് ബേസിക് ആയിട്ട് പറയാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇത് എന്താണ് ഒളിമ്പിക്സുമായിട്ട് കമ്പയർ ചെയ്ത് പഠിക്കാൻ എളുപ്പമായിരിക്കും, അതുകൊണ്ടാണ് ഇത് ജസ്റ്റ് ഒന്ന് പറയുന്നത്. ദെൻ ഏഷ്യൻ ഗെയിംസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ഏറ്റവും വലിയ കായിക മാമാങ്കം എന്ന് പറയുന്നത് ഏതാണ്? ഒളിമ്പിക്സ് ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ കായിക മത്സരം അല്ലെങ്കിൽ കായിക ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് ഒളിമ്പിക്സ് ആണ്. ദെൻ രണ്ടാമത്തെ വലിയ മൾട്ടി സ്പോർട്ട് ഇവന്റ്, ലോകത്തിലെ ഏറ്റവും വലുത് ഒളിമ്പിക്സ്, രണ്ടാമത്തെ വലിയ കായിക മാമാങ്കം മൾട്ടി സ്പോർട്ട് ഇവന്റ് എന്ന് പറയുന്നത് ഏഷ്യൻ ഗെയിംസ് ആണ്. ഓക്കെ. ദെൻ ഏഷ്യൻ ഗെയിംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഏഷ്യൻ, അതായത് ഏഷ്യൻ രാജ്യങ്ങൾ പങ്കെടുക്കുന്ന കായിക മാമാങ്കമാണ് ഏഷ്യൻ ഗെയിംസ് എന്ന് പറയുന്നത്. ഓക്കെ.
അതായത് ഓക്കെ. ഏഷ്യ ഭൂഖണ്ഡത്തിലുള്ള ഏഷ്യൻ കോണ്ടിനെന്റിലുള്ള രാജ്യങ്ങൾ, ഇന്ത്യ ഒക്കെ അതിൽ ഉൾപ്പെടും, ഇന്ത്യ ചൈന ഒക്കെ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ പങ്കെടുക്കുന്ന കായിക മാമാങ്കമാണ് ഏഷ്യൻ ഗെയിംസ്. ദെൻ ഇതും എന്താണ് 4 വർഷത്തിൽ ഒരിക്കലാണ് നടക്കുക. ഓക്കെ. ആ നമ്മൾ ആ ഇന്ന് പറയുന്ന 3 ഗെയിമുകൾ, ഒളിമ്പിക്സും ഏഷ്യൻ ഗെയിംസും കോമൺവെൽത്ത് ഗെയിംസും 4 വർഷം കൂടുമ്പോഴാണ് നടക്കുന്നത്. ദെൻ ഒളിമ്പിക്സ് പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞു IOC ലെ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയാണ് അത് നിയന്ത്രിക്കുന്നത്. ഇവിടെ ആ ഏഷ്യൻ ഗെയിംസ് നിയന്ത്രിക്കുന്നത് ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഏഷ്യ ആണ്. ഓക്കെ. ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഏഷ്യ OCA ആണ് ഏഷ്യൻ ഗെയിംസിന്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത്. ദെൻ പണ്ട് ഇതിന്റെ പേര്, അല്ലെങ്കിൽ പണ്ട് ഈ ഓർഗനൈസേഷന്റെ പേര് എന്തായിരുന്നു? AGF, അതായത് ഏഷ്യൻ ഗെയിംസ് ഫെഡറേഷൻ. പണ്ട് ഏഷ്യൻ ഗെയിംസിന്റെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്തിരുന്നത് ഏഷ്യൻ ഗെയിംസ് ഫെഡറേഷൻ ആയിരുന്നു. അത് പിന്നീട് രൂപം കൊണ്ടിട്ടാണ് എന്തായി മാറിയത്? OCA അല്ലെങ്കിൽ ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഏഷ്യ ആയിട്ട് മാറിയത്. ആ ഓക്കെ. ഓക്കെ. ദെൻ ആദ്യ ഗെയിംസ്, അതായത് ആദ്യമായിട്ട് ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത് ന്യൂഡൽഹിയിലാണ്. നമ്മൾ ആ ഒളിമ്പിക്സ് പറഞ്ഞപ്പോ പറഞ്ഞു ആദ്യമായിട്ട് ഒളിമ്പിക്സ് നടന്നത് എവിടെയാണ്? ഒളിമ്പിയയിലാണ് അല്ലെ? ദെൻ ആ ഏഷ്യൻ ഗെയിംസ് ആദ്യമായിട്ട് നടന്നത് നമ്മുടെ ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ നമ്മുടെ ഇന്ത്യൻ തലസ്ഥാനമായ ന്യൂഡൽഹിയിലാണ് ആദ്യമായി ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത്. അത് ഏത് വർഷമാണ്? 1951. 1951 ഏഷ്യൻ ഗെയിംസ് ആദ്യമായിട്ട് നടക്കുന്നത്. അതായത് നമ്മുടെ ഓക്കെ. സ്വാതന്ത്ര്യത്തിന് ശേഷമാണ്, ന്യൂഡൽഹിയിൽ വെച്ചാണ് നടക്കുന്നത്. ദെൻ അവസാനമായിട്ട് ഏഷ്യൻ ഗെയിംസ് നടന്നത് 2023 2023 ചൈനയിലെ ഹാങ്ഷോ എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് അവസാനമായിട്ട് ഏഷ്യൻ ഗെയിംസ് നടന്നത്. ദെൻ ഇനി അടുത്ത ഏഷ്യൻ ഗെയിംസ് എന്നായിരിക്കും ഉണ്ടാവുക? ഏത് വർഷമായിരിക്കും ഉണ്ടാവുക? 2026. 26 ആണോ? 4 വർഷം കൂടുമ്പോ എന്നല്ലേ പറഞ്ഞ? 23ലേക്ക് 4 കൂട്ടി എത്ര വരിക? 27. യെസ്, 2027 അടുത്ത ഏഷ്യൻ ഗെയിംസ് വരെ. ഇങ്ങനെ 4 വർഷം കൂടുമ്പോഴാണ് ഒളിമ്പിക്സും ഗെയിംസ് ഒക്കെ നടത്തുന്നത്. ദെൻ ആ ഒളിമ്പിക്സിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് നമ്മൾ എവിടെയായിരുന്നു പറഞ്ഞിരുന്നത്? ഒളിമ്പിക്സിന്റെ അല്ല, ഒളിമ്പിക് കമ്മിറ്റിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ലൂസെനെ. ലൂസന്ന, സ്വിറ്റ്സർലൻഡിലെ ഉം. ലൂസന്നയിലായിരുന്നു. ദെൻ ഏഷ്യൻ ഗെയിംസിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഏഷ്യയാണ് ഏഷ്യൻ ഗെയിംസ് നടത്തുന്നത്. ഈ ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഏഷ്യയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് കുവൈത്തിലാണ്. കുവൈത്തിലാണ് OCAയുടെ ഉം. ഹെഡ് ക്വാർട്ടേഴ്സ്. അതേസമയം നമ്മൾ പറഞ്ഞു മുമ്പ് ഏഷ്യൻ ഗെയിംസ് ഫെഡറേഷൻ ആയിരുന്നു ഏഷ്യൻ ഗെയിംസ് നടത്തിയിരുന്നതെന്ന് പറഞ്ഞു അല്ലെ? ആ ഏഷ്യൻ ഗെയിംസ് ഫെഡറേഷന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ഇന്ത്യയിലായിരുന്നു. ഓക്കെ. ആ ആദ്യം ഓക്കെ. ഏഷ്യൻ ഗെയിംസ് നടത്തിയിരുന്നത് ഏഷ്യൻ ഗെയിംസ് ഫെഡറേഷൻ ആയിരുന്നു. അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ഇന്ത്യയിലായിരുന്നു. ഇന്ത്യ. ഇപ്പൊ ഏഷ്യൻ ഗെയിംസ് കാര്യങ്ങളൊക്കെ നടത്തുന്നതും നോക്കുന്നതും ഒളിമ്പിക് കമ്മിറ്റി ഓഫ് ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഏഷ്യയാണ്. അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് കുവൈത്തിലാണ്. ഓക്കെ. ഇങ്ങനെ ഓക്കെ. ആലോചിച്ച് വെച്ചാൽ മതി. ആദ്യം ഏത് കമ്മിറ്റിയാണ് നടത്തിയിരുന്നത്? ഏഷ്യൻ ഗെയിംസ് ഫെഡറേഷൻ ഏഷ്യൻ ആണ് ഗെയിംസ് നടത്തിയിരുന്നത്. ഫെഡറേഷൻ. അപ്പൊ ആദ്യമായിട്ട് ഗെയിംസ് നടന്നത് എവിടെയാണ്? ന്യൂഡൽഹിയിലല്ലേ? ഇന്ത്യയിലല്ലേ? ആ അപ്പൊ ആ ആദ്യത്തെ കമ്മിറ്റിയായ AGFന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഇന്ത്യയിലായിരുന്നു. ആ ഓക്കെ. ഓക്കെ. രണ്ടാമത്തെ കമ്മിറ്റി ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഏഷ്യ, അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് കുവൈത്ത്. ഓക്കെ. ആ അപ്പൊ ഇത്രയും ഓക്കെ. കാര്യങ്ങളാണ് ഏഷ്യൻ ഗെയിംസിനെ കുറിച്ച് വളരെ ബേസിക് ആയിട്ട് പറയാനുള്ളത്. ഒന്നുകൂടി പറയാം. ഏഷ്യൻ രാജ്യങ്ങൾ പങ്കെടുക്കുന്ന കായിക മാമാങ്കമാണ്. ലോകത്തിലെ ഏറ്റവും രണ്ടാമത്തെ വലിയ മൾട്ടി സ്പോർട്ട് ഇവന്റ് ആണ്, അല്ലെങ്കിൽ രണ്ടാമത്തെ വലിയ കായിക ഫെസ്റ്റിവൽ ആണ്. 4 വർഷം കൂടുമ്പോൾ തന്നെയാണ് നടക്കുന്നത്. ഇത് സംഘടിപ്പിക്കുന്നത് ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഏഷ്യയാണ്. പണ്ട് ഈ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഈ ഒരു ഏഷ്യൻ ഗെയിംസ് നടത്തിയിരുന്നത് ഏഷ്യൻ ഗെയിംസ് ഫെഡറേഷൻ ആയിരുന്നു. ഏഷ്യൻ ഗെയിംസ് ഫെഡറേഷന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഇന്ത്യയിലായിരുന്നു. ഇപ്പം നടത്തുന്നത് ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഏഷ്യ ആണ്. ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഏഷ്യയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് കുവൈത്തിലാണ്. ആദ്യമായിട്ട് ഏഷ്യൻ ഗെയിംസ് നടന്നത് ന്യൂഡൽഹിയിൽ 1951 ഇപ്പൊ അവസാനമായിട്ട് ഏഷ്യൻ ഗെയിംസ് നടന്നത് കഴിഞ്ഞ വർഷമാണ് 2023 ചൈനയിലെ ഹാങ്ഷോയിൽ. ഓക്കെ. ഓക്കെ. അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് കോമൺവെൽത്ത് ഗെയിംസ് ആണ്. അപ്പൊ ഒളിമ്പിക്സിനെ കുറിച്ചും ഏഷ്യൻ ഗെയിംസിനെ കുറിച്ചും ചെറിയൊരു ധാരണ കിട്ടിയില്ലേ? ഇനി അടുത്ത നമുക്ക് കോമൺവെൽത്ത് ഗെയിംസ് എന്താന്ന് നോക്കാം. അപ്പൊ കോമൺവെൽത്ത് ഗെയിംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോമൺവെൽത്ത് രാജ്യങ്ങളാണ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. കോമൺവെൽത്ത് രാജ്യങ്ങളാണ് കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് കോമൺവെൽത്ത് രാജ്യങ്ങള്? ബ്രിട്ടന്റെ കോളനി ആയിരുന്ന രാജ്യങ്ങൾ, അതായത് ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന, ബ്രിട്ടീഷുകാരുടെ അധീനതയിലായിരുന്ന രാജ്യങ്ങളാണ് കോമൺവെൽത്ത് രാജ്യങ്ങൾ എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ വന്ന് ഭരിച്ചിരുന്നില്ലേ? ബ്രിട്ടീഷ് കാലം ഉണ്ടായിരുന്നു അല്ലെ? അതുപോലെ ബ്രിട്ടീഷുകാർ മറ്റു പല രാജ്യങ്ങളും കോളനിയാക്കി പിടിച്ചെടുത്തിരുന്നു.
ബ്രിട്ടന്റെ കോളനി ആയിട്ട് നിന്നിരുന്ന ഇത്തരം രാജ്യങ്ങൾ, അതായത് ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ കൂടി ചേർന്നിട്ട് നമ്മൾ എന്ത് പറയും? കോമൺവെൽത്ത് രാജ്യങ്ങൾ എന്ന് പറയും. ഇത്തരം കോമൺവെൽത്ത് രാജ്യങ്ങൾ കൂടി ചേർന്ന് നടത്തുന്ന ഒരു സ്പോർട്സ് ഗെയിം ആണ് കോമൺവെൽത്ത് ഗെയിംസ്. ഓക്കെ, കോമൺവെൽത്ത് ഗെയിംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോമൺവെൽത്ത് രാജ്യങ്ങൾ പങ്കെടുക്കുന്നു. കോമൺവെൽത്ത് രാജ്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രിട്ടന്റെ കോളനി ആയിരുന്ന രാജ്യങ്ങൾ, അതായത് ഇന്ത്യയൊക്കെ ബ്രിട്ടന്റെ കോളനി ആയിരുന്നു. ഇന്ത്യ പോലുള്ള ബ്രിട്ടൻ കോളനി ആയ രാജ്യങ്ങൾ കൂടി ചേർന്ന് കോമൺവെൽത്ത് ഗെയിംസ് നടത്തും. ദെൻ ഇതും നേരത്തെ പറഞ്ഞ 2 ഗെയിംസ് പോലെ തന്നെ 4 വർഷത്തിൽ ഒരിക്കലാണ് കോമൺവെൽത്ത് ഗെയിംസ് നടത്തുന്നത്. ദെൻ ലോകത്തിലെ 3ാമത്തെ വലിയ കായിക പരിപാടി അല്ലെങ്കിൽ കായിക ഫെസ്റ്റിവൽ ആണ് കോമൺവെൽത്ത് ഗെയിംസ് എന്ന് പറയുന്നത്. 1ാമത്തെ വലിയ ഏറ്റവും വലുത് ഏതാണ്? ഒളിമ്പിക്സ് ആണ്. ദെൻ 2ാമത്തേത് ഏഷ്യൻ ഗെയിംസ് ആണ്. 3ാമത്തെ വലിയ കായിക ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് കോമൺവെൽത്ത് ഗെയിംസ് ആണ്. ദെൻ കോമൺവെൽത്ത് ഗെയിംസിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ലണ്ടൻ, അല്ലെങ്കിൽ ലണ്ടൻ എന്ന് പറയുന്നത് UK-യിലാണ്, യുണൈറ്റഡ് കിങ്ഡം. UK-യിൽ വരുന്ന ലണ്ടൻ എന്ന സ്ഥലത്താണ് എന്ത് ഹെഡ് ക്വാർട്ടേഴ്സ് ഏതിന്റെ? കോമൺവെൽത്ത് ഗെയിംസിന്റെ. കോമൺവെൽത്ത് ഗെയിംസ് എന്ന് പറയുമ്പോൾ അത് നടത്തുന്നത് ആരാന്നറിയോ? CGF. CGF എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോമൺവെൽത്ത് ഗെയിംസ് ഫെഡറേഷൻ. നേരത്തെ നമ്മൾ AGF എന്ന് പറഞ്ഞിരുന്നു അല്ലെ, ഏഷ്യൻ ഗെയിംസ് ഫെഡറേഷൻ. ഏഷ്യൻ ഗെയിംസ് നടത്തുന്നത് അത് ആദ്യം ആ ഫെഡറേഷൻ ആയിരുന്നു നടത്തിയിരുന്നത്. പിന്നീട് ഏഷ്യൻ ഗെയിംസ് നടത്തിയത് ആരാണ്? ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഏഷ്യ, OCA ആണ് പിന്നീട് നടത്തിയത്. ദെൻ കോമൺവെൽത്ത് ഗെയിംസിന്റെ കേസിലോട്ട് വരുമ്പോൾ കോമൺവെൽത്ത് ഗെയിംസ് ഫെഡറേഷൻ CGF ആണ് കോമൺവെൽത്ത് ഗെയിംസ് നടത്തുന്നത്. ഈ CGF-ന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് എവിടെയാണ്? UK-യിലെ ലണ്ടനിലാണ്. ഓക്കെ, ദെൻ ആദ്യമായിട്ട് കോമൺവെൽത്ത് ഗെയിംസ് നടക്കുന്നത് 1930. ആദ്യം നടന്നത് 1930 എവിടെയാണ്? കാനഡയിലാണ് കോമൺവെൽത്ത് ഗെയിംസ് ആദ്യമായിട്ട് നടന്നത്. കാനഡയിലെ ഹാമിൽട്ടൺ എന്ന സ്ഥലത്താണ്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ എന്ത്? കാനഡ ഒരു ബ്രിട്ടൻ കോളനി ആയ രാജ്യമായിരുന്നു അല്ലെ, അതുകൊണ്ടല്ലേ അവർ കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുത്തത്. ദെൻ കാനഡയിലെ ഹാമിൽട്ടണിലായിരുന്നു 1930 ആദ്യമായിട്ട് കോമൺവെൽത്ത് ഗെയിംസ് നടന്നത്. അപ്പൊ കോമൺവെൽത്ത് ഗെയിംസ് ആണോ ഏഷ്യൻ ഗെയിംസ് ആണോ ഏറ്റവും പഴക്കം ചെന്നത്? കോമൺ അല്ലെ, അതായത് ഇത് 1930 ഇത് ആദ്യമായിട്ട് നടന്നത്. ഏഷ്യൻ ഗെയിംസ് ആദ്യമായിട്ട് നടന്നത് എന്നാണ്? 1951 ന്യൂഡൽഹിയിലാണ് ആദ്യമായിട്ട് നടക്കുന്നത്. ഓക്കെ, അപ്പൊ കോമൺവെൽത്ത് ഗെയിംസ് ആണ് ഏഷ്യൻ ഗെയിംസിനേക്കാളും പഴയത്. 1930 കാനഡയിലെ ഹാമിൽട്ടണിൽ ആദ്യമായിട്ട് നടന്നു. ദെൻ ഇതിന്റെ പേര്, അതായത് കോമൺവെൽത്ത് ഗെയിംസിന്റെ ആദ്യത്തെ പേര് ബ്രിട്ടീഷ് എംപയർ ഗെയിംസ് എന്നായിരുന്നു. ബ്രിട്ടീഷ് എംപയർ ഗെയിംസ് എന്നായിരുന്നു. അതായത് ബ്രിട്ടന്റെ കോളനി ആയിരുന്ന രാജ്യങ്ങളുടെ ഗെയിംസ് എന്നാണ് ഉദ്ദേശിച്ചത്. ബ്രിട്ടീഷ് എംപയർ ഗെയിംസ് എന്നായിരുന്നു കോമൺവെൽത്ത് ഗെയിംസിന്റെ ആദ്യത്തെ പേര്. പിന്നീട് അത് പേര് മാറ്റി എന്താക്കി മാറ്റി? കോമൺവെൽത്ത് ഗെയിംസ് എന്ന പേരിൽ അറിയപ്പെട്ടു. ദെൻ ഇത്രയും കാര്യങ്ങളാണ് കോമൺവെൽത്ത് ഗെയിംസിനെ കുറിച്ച് പറയാനുള്ളത്. ഒരുപാട് പഠിക്കാനുണ്ട് കേട്ടോ. അതായത് വളരെ ബേസ്ഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റുകളാണ് പറഞ്ഞത്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ പറയാം. ദെൻ ഒളിമ്പിക്സിനെ കുറിച്ചാണ് ഇപ്പൊ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പൊ കോമൺവെൽത്ത് രാജ്യങ്ങൾ പങ്കെടുക്കുന്ന ഗെയിംസ് ആണ് കോമൺവെൽത്ത് ഗെയിംസ്. 4 വർഷത്തിൽ ഒരിക്കൽ ഇത് നടത്തപ്പെടുന്നു. ഇതുവരെ പറഞ്ഞ 3 സ്പോർട്സ് ഫെസ്റ്റിവലും, അതായത് ഒളിമ്പിക്സും ദെൻ ഏഷ്യൻ ഗെയിംസും കോമൺവെൽത്ത് ഗെയിംസും, ഇത് 3ഉം 4 വർഷം കൂടുമ്പോഴാണ് നടത്തുന്നത്. ദെൻ 3ാമത്തെ വലിയ ഫെസ്റ്റിവൽ ആണ് ഏത്? കോമൺവെൽത്ത് ഗെയിംസ് എന്ന് പറയുന്നത്. ദെൻ കോമൺവെൽത്ത് ഗെയിംസ് നടത്തുന്നത് CGF, കോമൺവെൽത്ത് ഗെയിംസ് ഫെഡറേഷൻ ആണ്. ആ ഫെഡറേഷന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് UK-യിലെ ലണ്ടനിലാണ്. ആദ്യമായിട്ട് കോമൺവെൽത്ത് ഗെയിംസ് നടന്നത് കാനഡയിലെ ഹാമിൽട്ടണിലാണ് 1930. ദെൻ കോമൺവെൽത്ത് ഗെയിംസിന്റെ ആദ്യത്തെ പേര് എന്തായിരുന്നു? ബ്രിട്ടീഷ് എംപയർ ഗെയിംസ് എന്നായിരുന്നു. ഓക്കെ, നമുക്ക് ഒളിമ്പിക്സിലോട്ട് പോവാം അല്ലെ. ഒളിമ്പിക്സിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു. അപ്പൊ ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒളിമ്പിക്സിനെ കുറിച്ച് പഠിക്കാം. അപ്പൊ ഒളിമ്പിക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒളിമ്പിക്സിന് ഞാൻ പറഞ്ഞു 2 രൂപങ്ങളുണ്ട്. അതായത് പുരാതന ഒളിമ്പിക്സ് ഉണ്ട്, മോഡേൺ ഒളിമ്പിക്സ് ഉണ്ട്. പുരാതന ഒളിമ്പിക്സ് എന്ന് പറഞ്ഞാൽ ഒളിമ്പിക്സിന്റെ ആ പഴയ രൂപം. അതായത് പണ്ട് ഒളിമ്പിക്സ് തുടങ്ങുമ്പോൾ ഇന്നത്തെ പോലെയൊന്നും ആയിരുന്നില്ല. ഓക്കെ, ഹലോ. ഒളിമ്പിക്സ്, ആൻഷ്യന്റ് ഒളിമ്പിക്സ്, അതായത് പുരാതന ഒളിമ്പിക്സ് നമ്മൾ പറഞ്ഞു BC 8ാം നൂറ്റാണ്ടിൽ അല്ലെ. 8ാം നൂറ്റാണ്ട് എന്ന് പറയുമ്പോൾ ഏകദേശം BC 776 പുരാതന ഒളിമ്പിക്സ് തുടങ്ങിയത്,
ആദ്യമായിട്ട് ആ. തുടങ്ങിയത് BC 8-ാം നൂറ്റാണ്ടിൽ, അതായത് കൃത്യമായിട്ട് ആ വർഷം പറയുകയാണെങ്കിൽ BC 776-ലാണ് പുരാതന ഒളിമ്പിക്സ് തുടങ്ങിയത്. ഇത് ഏത് സ്ഥലത്തായിരുന്നു നടന്നത്? ഒളിമ്പിയ. ഒളിമ്പിയ എന്ന സ്ഥലത്താണ് ആൻഷ്യന്റ് ഒളിമ്പിക്സ് അല്ലെങ്കിൽ പുരാതന ഒളിമ്പിക്സ് നടക്കുന്നത്. ദെൻ പുരാതന ഒളിമ്പിക്സിലെ ആൻഷ്യന്റ് ഒളിമ്പിക്സിലെ ആദ്യത്തെ മെഡൽ ജേതാവ്, ആദ്യമായിട്ട് ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ജേതാവ് എന്ന് പറയുന്നത് ആരാണ്? കോറിബസ്. എന്താണ് പേര്? കോറിബസ്. കോറിബസ് ആണ് കേട്ടോ. കോറിബസ് ആണ് ആദ്യത്തെ മെഡൽ ജേതാവ്. ആദ്യത്തെ ഒളിമ്പിക്സിലെ മെഡൽ ജേതാവ് എന്ന് പറയുന്നത് കോറിബസ്. ദെൻ ആദ്യത്തെ ഒളിമ്പിക്സിന്റെ ഡ്യൂറേഷൻ, അതായത് ആദ്യമായിട്ട് ഒളിമ്പിക്സ് നടത്തി അത് എത്ര ദിവസം ഉണ്ടായിരുന്നു? ഒരു ദിവസം. അതായത് ഒറ്റ ദിവസമാണ് ആദ്യം ആൻഷ്യൻ ഒളിമ്പിക്സ് അല്ലെങ്കിൽ പുരാതന ഒളിമ്പിക്സ് നടന്നത്. BC 776. ദെൻ AD 393. ഞാൻ പറഞ്ഞു AD 4-ാം നൂറ്റാണ്ട് വരെയാണ് ഇത് ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞിരുന്നു അല്ലെ. അതായത് AD 393 എന്ത് ചെയ്തു? പുരാതന ഒളിമ്പിക്സ്, ആൻഷ്യന്റ് ഒളിമ്പിക്സ് സ്റ്റോപ്പ് ചെയ്തു. ഇത് സ്റ്റോപ്പ് ചെയ്തത് തിയോഡോഷ്യസ് ഒന്നാമനാണ്. പുരാതന ഒളിമ്പിക്സിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ AD 393 കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന തിയോഡോഷ്യസ് ഒന്നാമൻ എന്ന് പറഞ്ഞ രാജാവാണ്, അല്ലെങ്കിൽ ആ സമയത്തെ ഭരണാധികാരിയായിട്ടുള്ള തിയോഡോഷ്യസ് ഒന്നാമനാണ് ഈ ഒരു ഒളിമ്പിക്സ് സ്റ്റോപ്പ് ചെയ്തത്. ഓക്കെ, അപ്പൊ പുരാതന ഒളിമ്പിക്സിനെ കുറിച്ച് വളരെ കുറച്ച് കാര്യങ്ങൾ ഓർത്തു വെക്കുക. BC 8-ാം നൂറ്റാണ്ട് മുതൽ AD 4-ാം നൂറ്റാണ്ട് വരെ ആയിരുന്നു. BC 776 സ്റ്റാർട്ട് ചെയ്തു. ഗ്രീസിൽ ഒളിമ്പിയയിലാണ് ആദ്യമായിട്ട് നടന്നത്. ആദ്യത്തെ മെഡൽ ജേതാവ്, അയാളുടെ പേര് എന്തായാലും ഓർത്തു വെക്കുക കേട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആദ്യത്തെ മെഡൽ ജേതാവ് എന്ന് പറയുന്നത് കോറിബസ്. കോറിബസ് ആയിരുന്നു ആദ്യത്തെ മെഡൽ ജേതാവ്. ദെൻ AD 393 ഇത് സ്റ്റോപ്പ് ചെയ്തു. സ്റ്റോപ്പ് ചെയ്തത് ആരാണ്? തിയോഡോഷ്യസ് ഒന്നാമൻ. ദെൻ ഇനി നമ്മൾ മോഡേൺ ഒളിമ്പിക്സിലേക്ക് വരികയാണ്. മോഡേൺ ഒളിമ്പിക്സിലേക്ക് വരുന്ന സമയത്ത്, അതായത് ഇന്നത്തെ ഒളിമ്പിക്സ്, ഇപ്പൊ നമ്മൾ നടക്കുന്ന ഒളിമ്പിക്സ് ഒക്കെ മോഡേൺ ഒളിമ്പിക്സ് ആണ്. ദെൻ ഇത് തുടങ്ങുന്നത് 1896-ലാണ്. 1896-ലാണ് മോഡേൺ ഒളിമ്പിക്സ് സ്റ്റാർട്ട് ചെയ്തത് അല്ലെ. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. അപ്പൊ ആദ്യമായിട്ട് മോഡേൺ ഒളിമ്പിക്സ്, ആധുനിക ഒളിമ്പിക്സ് നടന്നത് എവിടെയാണ്? ഗ്രീസിലെ ഏഥൻസിലാണ്. ഗ്രീസിലെ ഏഥൻസിലാണ് ആദ്യത്തെ ആധുനിക ഒളിമ്പിക്സ് നടന്നത്. AD 1896. ദെൻ ഒളിമ്പിക്സിന്റെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്ന കമ്മിറ്റി ഏതാണ്? ഒളിമ്പിക്സിന്റെ കാര്യങ്ങളൊക്കെ, അതായത് ഇവന്റും അതിന്റെ വ്യക്തികളും സ്ഥാപനങ്ങളും ഇതൊക്കെ നിയന്ത്രിക്കുന്ന ഒരു ഭരണസമിതി ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. ആ കമ്മിറ്റിയുടെ പേരെന്താ? അതതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. ഏതാണ് ആ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഏതാണ് ആ കമ്മിറ്റി? ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി. ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി, IOC രൂപീകരിച്ചത് എന്നായിരുന്നു? 1894. ആരാണ് രൂപീകരിച്ചത്? പിയറി ഡി കുബർട്ടിൻ ആണ് 1894 IOC ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി രൂപീകരിച്ചത്. അത് രൂപീകരിച്ച് 2 വർഷം കഴിഞ്ഞിട്ട്, അതായത് 1896 എന്ത് ചെയ്തു? ഏഥൻസിൽ വെച്ചിട്ട് മോഡേൺ ഒളിമ്പിക്സ് ആദ്യമായിട്ട് നടത്തി. ദെൻ പിയറി ഡി കുബർട്ടിൻ ആണ് IOC സ്ഥാപിച്ചത് എന്ന് പറഞ്ഞു അല്ലെ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അറിയപ്പെടുന്നത് ആധുനിക ഒളിമ്പിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? പിയറി ഡി കുബർട്ടിൻ ആണ്. പിയറി ഡി കുബർട്ടിൻ. ദെൻ ആദ്യ ഒളിമ്പിക്സ് 1896 നടത്തിയെന്ന് പറഞ്ഞു അല്ലെ. അതായത് അന്ന് ആദ്യമായിട്ട് ഒളിമ്പിക്സ് നടത്തിയപ്പോൾ അന്നത്തെ ഒളിമ്പിക്സിൽ വിന്നറായ രാജ്യം എന്ന് പറയുന്നത് USA ആണ്, അതായത് അമേരിക്ക, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. അമേരിക്കയാണ് ആദ്യത്തെ ഒളിമ്പിക്സിൽ ഏഥൻസിൽ വെച്ച് 1896 നടത്തിയ ആദ്യ ഒളിമ്പിക്സിലെ വിന്നർ ആരായിരുന്നു? USA ആയിരുന്നു. ഓക്കെ, അപ്പൊ അത്ര കാര്യങ്ങൾ ഓർത്തു വെക്കുക കേട്ടോ. USA ആയിരുന്നു 1896 ഒളിമ്പിക്സിലെ വിന്നർ എന്ന് പറയുന്നത്. ദെൻ ആ ഒരു ഒളിമ്പിക്സിലെ ആദ്യ മെഡൽ നേടിയ ആള് ജെയിംസ് ബ്രണ്ടൻ കൊണോലി. ആധുനിക ഒളിമ്പിക്സിലെ ആദ്യ വേദിയായ ഏഥൻസിൽ വെച്ച് 1896 നടന്ന ഒളിമ്പിക്സിലെ ആദ്യ മെഡൽ നേടിയത് ആരാണ്? ജെയിംസ് ബ്രണ്ടൻ കൊണോലി. ദെൻ ആൻഷ്യൻ ടൈംസിലെ ആദ്യ മെഡൽ നേടിയത് ആരായിരുന്നു? ആൻഷ്യന്റ് ഒളിമ്പിക്സിൽ ആദ്യമായിട്ട് മെഡൽ നേടിയത് കോറിബസ്. ആധുനിക ഒളിമ്പിക്സിൽ ആദ്യം മെഡൽ നേടിയത് കൊണോലി, ജെയിംസ് ബ്രണ്ടൻ
കൊണോലി. കോറിബസും ജെയിംസ് ബ്രണ്ടൻ കൊണോലിയും. ഇങ്ങനെ ഒരുപോലെയുള്ള കാര്യങ്ങളൊക്കെ കമ്പയർ ചെയ്തിട്ട് പഠിക്കാം. അപ്പൊ നമുക്ക് കൂടുതൽ മനസ്സിൽ നിൽക്കും. ഓക്കെ, അപ്പൊ ആൻഷ്യന്റ് ഗെയിംസ് നടന്നത് ഒളിമ്പിയയിലായിരുന്നു. ദെൻ മോഡേൺ ഒളിമ്പിക്സ് നടന്ന എവിടെയായിരുന്നു? ഏതൻസിലായിരുന്നു. ദെൻ ആൻഷ്യന്റ് ഒളിമ്പിക്സിലെ ആദ്യത്തെ മെഡൽ ജേതാവ് കോറിബസ് ആണ്. ആധുനിക ഒളിമ്പിക്സിലോട്ട് വരുമ്പോൾ ആദ്യത്തെ മെഡലിസ്റ്റ് ആരാണ്? ജെയിംസ് ബ്രണ്ടൻ കൊണോലി ആണ്. ആധുനിക ഒളിമ്പിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് പിയറെ ഡി കുബർട്ടിൻ ആണ്. ആൻഷ്യന്റ് ഒളിമ്പിക്സ് തുടങ്ങുന്നത് എന്നാ? BC 776. മോഡേൺ ഒളിമ്പിക്സ് തുടങ്ങിയത് എന്നാണ്? AD 1896. 1896. ഓക്കെ. നമ്മൾ പറഞ്ഞു 4 വർഷം കൂടുമ്പാണ് ഒളിമ്പിക്സ് നടക്കുന്നതെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ആദ്യമായിട്ട് ആധുനിക ഒളിമ്പിക്സ് നടന്നത് എന്നാണ്? 1896. ദെൻ അടുത്തത് എന്നായിരിക്കും? 4 വർഷം കഴിഞ്ഞാല് 1896 കഴിഞ്ഞാൽ അടുത്തത് 1900 അല്ലേ? അപ്പൊ രണ്ടാമതായിട്ട് ഒളിമ്പിക്സ് നടന്നത് 1900-ലാണ്. 1900-ലെ വേദി എന്ന് പറയുന്നത് പാരീസ് ആയിരുന്നു. പാരീസ്. അതുകൊണ്ട് തന്നെ ഈ ഒളിമ്പിക്സിന് അറിയപ്പെടുന്നത് പാരീസ് ഒളിമ്പിക്സ് എന്നാണ്. പാരീസ് ഒളിമ്പിക്സ് 1896 എവിടെയായിരുന്നു? ഏതൻസിലായിരുന്നു. 1900 പാരീസിൽ വെച്ചിട്ടാണ് ഒളിമ്പിക്സ് നടന്നത്. ദെൻ ഈ ഒളിമ്പിക്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വിമൻ അല്ലെങ്കിൽ വനിതകൾ, സ്ത്രീകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത, സ്ത്രീകൾ പങ്കെടുത്ത ആദ്യത്തെ ഒളിമ്പിക്സ് ആണ് 1900-ലെ പാരീസ് ഒളിമ്പിക്സ്. അതായത് 1896 എന്തുണ്ടായിരുന്നില്ല? സ്ത്രീകൾ പങ്കെടുത്തിരുന്നില്ല, അല്ലെങ്കിൽ അതുവരെയുള്ള ഒളിമ്പിക്സുകളിലൊന്നും സ്ത്രീകൾ പങ്കെടുത്തിട്ടില്ല. ആദ്യമായിട്ട് സ്ത്രീകളെ പങ്കെടുത്തു തുടങ്ങിയ ഒളിമ്പിക്സ് എന്ന് പറയുന്നത് പാരീസ് ഒളിമ്പിക്സ് ആണ് 1900. അതുപോലെ ആ ഒരു കാര്യം പറയുമ്പോൾ അതിന്റെ കൂടെ ഓർക്കേണ്ടതാണ് ആദ്യത്തെ ഫീമെയിൽ ഒളിമ്പിക് വിന്നർ അല്ലെങ്കിൽ ആദ്യത്തെ വനിതാ ഒളിമ്പിക് ജേതാവ് എന്ന് പറയുന്നത് ഷാർലറ്റ് കൂപ്പർ ആണ്. ഷാർലറ്റ് കൂപ്പർ ആണ് ഒളിമ്പിക്സ് ചരിത്രത്തിൽ ആദ്യമായിട്ട് വിന്നറായ സ്ത്രീ അല്ലെങ്കിൽ സ്ത്രീ താരം, വനിതാ താരം എന്ന് പറയുന്നത് ഷാർലറ്റ് കൂപ്പർ. ഷാർലറ്റ് കൂപ്പർ പേരോർത്ത് വെക്കുക കേട്ടോ. ദെൻ മത്സര ഇനമായി ക്രിക്കറ്റ് ഉൾപ്പെടുത്തിയ ഏക ഒളിമ്പിക്സ്. ഓക്കെ, അതായത് ഒളിമ്പിക്സിന്റെ ചരിത്രത്തില് ഒരുപാട് ഇവന്റുകൾ നടത്തുമെന്ന് പറഞ്ഞു അല്ലെ. അതായത് ജിംനാസ്റ്റിക്സ്, ഗുസ്തി, അതേപോലെ വേറെന്താണ് വെയിറ്റ് ലിഫ്റ്റിംഗ്, അതുപോലെയുള്ള ഒരുപാട് ഇവന്റുകൾ ഒളിമ്പിക്സിൽ നടക്കുന്നുണ്ട്. പക്ഷെ ക്രിക്കറ്റ് ഏത് ഒളിമ്പിക്സിലും നടന്നിട്ടില്ല. ആകെ ഏതിൽ മാത്രമേ നടന്നിട്ടുള്ളൂ? 1900-ലെ പാരീസ് ഒളിമ്പിക്സിൽ മാത്രമേ ഒരു ക്രിക്കറ്റ് ഒരു മത്സരമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഓക്കെ, അതിനുശേഷമുള്ളതിലാവട്ടെ അല്ലെങ്കിൽ അതിന് മുമ്പുള്ളതിലൊന്നും ഒളിമ്പിക്സിൽ എന്തുണ്ടായിട്ടില്ല? ക്രിക്കറ്റ് എന്ന മത്സരം ഉണ്ടായിട്ടില്ല. അത് ഓർത്തു വെക്കാം. ദെൻ ഒളിമ്പിക്സിനെ കുറിച്ച് പറയുമ്പോൾ ഒളിമ്പിക്സിന്റെ ഒരു സിമ്പൽ ഉണ്ട് അല്ലെ, നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവും. 5 നിറത്തിലുള്ള ഒരു വളയങ്ങൾ കൂടി ചേർന്ന ഒരു സിമ്പല്. ജസ്റ്റ് ഒന്ന് കാണിക്കാം. കാണുന്നുണ്ടോ? ഇതാണ് ഒളിമ്പിക്സിന്റെ ചിഹ്നം എന്ന് പറയുന്നത്. ഇതിലൊരു ബ്ലാക്ക് വളയുണ്ട് കേട്ടോ അവിടെ, നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല. ഞാൻ ജസ്റ്റ് ഒരു യെല്ലോ കൊണ്ട് കാണിച്ചു തരാം കേട്ടോ. അതായത് ഇവിടെ ഇങ്ങനെ ഒരു ബ്ലാക്ക് വളയുണ്ട്. ഓക്കെ, ഇതാണ് ഒളിമ്പിക്സിന്റെ ചിഹ്നം എന്ന് പറയുന്നത്. ഇനി എന്താണ് ഈ ചിഹ്നം, അല്ലെങ്കിൽ ഇത് രൂപപ്പെടുത്തിയത് ആരാണ്, എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് അടുത്തതായിട്ട് പറയുന്നത്. അതായത് പരസ്പരം കോർത്ത 5 നിറത്തിലുള്ള വളയങ്ങളാണ് ആ ചിത്രത്തിൽ നമ്മൾ കണ്ടത് അല്ലെ. അപ്പൊ അതിലൊരു കറുപ്പ് വളയുണ്ടെന്ന് പറഞ്ഞാൽ കറുപ്പ് വളയം സൂചിപ്പിക്കുന്നത് ഈ 5 വളയങ്ങൾ അല്ലെങ്കിൽ ഈ 5 വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് 5 രാജ്യങ്ങളെയാണ്. അതില് കറുപ്പ് സൂചിപ്പിക്കുന്നത് ആഫ്രിക്കയാണ്. ആഫ്രിക്കയാണ് കറുത്ത വളയം സൂചിപ്പിക്കുന്നത്. ആഫ്രിക്ക എന്ന രാജ്യത്തെ അല്ലെങ്കിൽ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തെയാണ്. അതായത് എന്തുകൊണ്ട് കറുപ്പ് കാണിക്കാൻ കാരണം ഇരുണ്ട ഭൂഖണ്ഡം എന്നറിയപ്പെടുന്ന ഭൂഖണ്ഡമാണ് ഇത് ആഫ്രിക്ക. ഇരുണ്ട ഭൂഖണ്ഡം എന്നറിയപ്പെടുന്ന ഭൂഖണ്ഡം ആഫ്രിക്കയാണ്. അതുകൊണ്ട് കറുപ്പ് ഏതിനെ സൂചിപ്പിക്കുന്നു? ആഫ്രിക്കയെ സൂചിപ്പിക്കുന്നു. അതുപോലെ ചുവപ്പ് നിറത്തിലുള്ള വളയം സൂചിപ്പിക്കുന്നത് അമേരിക്കയാണ്.
ദെൻ മഞ്ഞ നിറത്തിലുള്ള വളയം സൂചിപ്പിക്കുന്നത് ഏഷ്യയെയും നീല സൂചിപ്പിക്കുന്നത് യൂറോപ്പിനെ, പച്ച ഓസ്ട്രേലിയ. അപ്പൊ അത് അങ്ങനെ തന്നെ കാണാതെ പഠിക്കുക. കറുപ്പ് ആഫ്രിക്ക, അത് എന്തായാലും മറന്നുപോലെ അല്ലെ, ഇരുണ്ട ഭൂഖണ്ഡ ആഫ്രിക്കയാണ്, അതുകൊണ്ട് കറുത്ത വളയം ആഫ്രിക്ക. ദെൻ ചുവപ്പ് അമേരിക്ക, മഞ്ഞ നിറത്തിലുള്ളത് ഏഷ്യൻ ഭൂഖണ്ഡം, നീല നിറത്തിലുള്ളത് യൂറോപ്പ്, പച്ച ഓസ്ട്രേലിയ. ഇത് മാറിപ്പോവാതെ കാണാതെ പഠിക്കുക കേട്ടോ. അപ്പൊ ഇതെന്താണ്, അതായത് ഒളിമ്പിക്സ് എന്ന് പറയുന്നത് എല്ലാ രാജ്യങ്ങൾക്കും ഉൾക്കൊള്ളാം അല്ലെ, ഏത് രാജ്യത്തു നിന്നുള്ള ആർക്കും അതിൽ പങ്കെടുക്കാം. അതിൽ യാതൊരു വിധത്തിലുള്ള ഇനീക്വാലിറ്റിയും ആ ഒരു മത്സരത്തിൽ, ആ ഒരു ഇവന്റിൽ, ഫെസ്റ്റിവലിൽ നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാ ഭൂഖണ്ഡങ്ങളെയുമാണ് ആ ഒരു ഒളിമ്പിക്സിന്റെ ചിഹ്നം സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഒളിമ്പിക്സിന്റെ ഗീതം. ഒളിമ്പിക്സിന്റെ ഗീതത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒളിമ്പിക്സ് വേദികളിൽ ഒളിമ്പിക്സ് ഗീതം ആലപിക്കാറുണ്ട്. ആ ഗീതം ആദ്യമായി ആലപിച്ചത് ഏതൻസ് ഒളിമ്പിക്സിലാണ്. അതായത് ആധുനിക ഒളിമ്പിക്സിലെ ആദ്യത്തെ വേദി ഏതൻസിലായിരുന്നു ആദ്യമായിട്ട് നടന്നതെന്ന് പറഞ്ഞു അല്ലെ, 1896 ആ ആദ്യത്തെ ഒളിമ്പിക്സിൽ തന്നെ, ആധുനിക ഒളിമ്പിക്സ് ആണ് കേട്ടോ ഉദ്ദേശിച്ചത്, ആദ്യത്തെ ഒളിമ്പിക്സിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒളിമ്പിക്സ് ഗീതം ആലപിച്ചിട്ടുണ്ട്. ഈ ഗീതം ചിട്ടപ്പെടുത്തിയത് അല്ലെങ്കിൽ ആ ഗീതത്തെ ഓർഗനൈസ് ചെയ്തത് ആരാണ്? സ്പൈറി ഡോൺ സമാരസ് എന്നയാളാണ്. സ്പൈറി ഡോൺ സമാരസ് ആണ് ഒളിമ്പിക്സ് ഗീതം ചിട്ടപ്പെടുത്തിയത്. അത് ആദ്യമായി ആലപിച്ചത് 1896 ഏതൻസ് ഒളിമ്പിക്സിൽ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒളിമ്പിക്സിന്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത്. ഒളിമ്പിക്സിന്റെ മുദ്രാവാക്യം, അതായത് ഓരോ 4 വർഷം കൂടുമ്പോൾ ഒളിമ്പിക്സ് നടത്താറുണ്ടെന്ന് പറഞ്ഞു അല്ലെ. ആ ഓരോ ഒളിമ്പിക്സിനും എന്തുണ്ട്, അതിൻ്റെതായിട്ടുള്ള ഒരു മോട്ടോ, അതിൻ്റെതായിട്ടുള്ള ഒരു മുദ്രാവാക്യം ഉണ്ടാവും. അത് കൂടാതെ മൊത്തത്തിൽ ഒളിമ്പിക്സ് എന്ന ഒരു പ്രസ്ഥാനം ഉണ്ടല്ലോ, ഒളിമ്പിക്സ് എന്ന മൊത്തം ഒളിമ്പിക്സിന് ഒരൊറ്റ മുദ്രാവാക്യമാണുള്ളത്. അതായത് എന്നേക്കുമുള്ള ഒരു മുദ്രാവാക്യം ഉണ്ട് ഒളിമ്പിക്സിന്, അതാണ് ഹിറ്റിയസ് ആൾട്ടിയസ് ഫോർട്ടിയസ് എന്ന് പറയുന്നത്. ഇത് ഒളിമ്പിക്സിന്റെ മുദ്രാവാക്യം, ഒളിമ്പിക്സിന്റെ മെയിൻ ആയിട്ടുള്ള മുദ്രാവാക്യമാണ് ഇത്. അത് കൂടാതെ നമ്മൾ ഇപ്പം 2021 ടോക്കിയോയിൽ വെച്ച് ഒളിമ്പിക്സ് നടന്നു, അതിനൊരു മുദ്രാവാക്യം ഉണ്ടാവും. അത് ആ ഒളിമ്പിക്സിന് മാത്രമുള്ള ഒരു മുദ്രാവാക്യം. ഇനി എന്താണ്, 2024 ഒളിമ്പിക്സ് നടക്കാൻ പോകുന്നത് പാരീസിലാണ്, അപ്പൊ അതിന് വേറൊരു മുദ്രാവാക്യം ഉണ്ടാവും. ഓക്കെ, ആ മുദ്രാവാക്യങ്ങൾ ഓരോ രാജ്യത്തിനും മാറിക്കൊണ്ടേയിരിക്കും, ഓരോ ഒളിമ്പിക്സിലും മാറും. ഇത് മൊത്തത്തിൽ ഒളിമ്പിക്സിന്റെ മൊത്തത്തിലുള്ള മുദ്രാവാക്യമാണ്. അതായത് ഒളിമ്പിക്സിന്റെ മുദ്രാവാക്യം, ഒളിമ്പിക്സ് എന്ന പ്രസ്ഥാനത്തിന്റെ മുദ്രാവാക്യം, ഇത് മാറില്ല. ഇത് എന്നും ഈ ഒരു മുദ്രാവാക്യമാണ് ഒളിമ്പിക്സിനുള്ളത്. ഓക്കെ, ആ മുദ്രാവാക്യമാണ് സിറ്റിയസ് ആൾട്ടിയസ് ഫോർട്ടിയസ്. ഇങ്ങനെ വായിക്കുമ്പോൾ നമുക്ക് ഒന്നും മനസ്സിലാവില്ല, കാരണം ഇത് എന്തല്ല, ഇംഗ്ലീഷും അല്ല, മലയാളം ഒന്നല്ല, നമ്മൾ അറിയുന്ന ഭാഷയല്ല. ഈ ഭാഷ ഏതാണ്? ലാറ്റിൻ ഭാഷ. ലാറ്റിൻ ഭാഷയിലുള്ള 3 വേർഡുകളാണ് സിറ്റിയസ് ആൾട്ടിയസ് ഫോർട്ടിയസ് എന്ന് പറയുന്നത്. ഇതുകൊണ്ട് ഉദ്ദേശം എന്താണ്? സിറ്റിയസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ വേഗത്തിൽ, ഓക്കെ. ആൾട്ടിയസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഉയരത്തിൽ. ദെൻ ഫോർട്ടിയസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ ശക്തിയിൽ. ഇതാണ് ഈ മുദ്രാവാക്യം സൂചിപ്പിക്കുന്നത്. സിറ്റിയസ് ആൾട്ടിയസ് ഫോർട്ടിയസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ വേഗത്തിൽ, കൂടുതൽ ഉയരത്തിൽ, കൂടുതൽ ശക്തിയിൽ. ഈ ഒരു മുദ്രാവാക്യം തയ്യാറാക്കിയത് ഫാദർ ഹെൻറി ദിഡോൺ എന്നയാളാണ്. ഫാദർ ഹെൻറി ദിഡോൺ എന്നയാളാണ് ഒളിമ്പിക്സിന്റെ മുദ്രാവാക്യമായ സിറ്റിയസ് ആൾട്ടിയസ് ഫോർട്ടിയസ് തയ്യാറാക്കിയത്. ഏതാണ് ഭാഷ? ലാറ്റിൻ ഭാഷയാണ് കേട്ടോ. ഇത് ആദ്യമായി ഉപയോഗിച്ചത്, അതായത് ഈ ഒരു മുദ്രാവാക്യം ഉപയോഗിച്ചു തുടങ്ങിയ ഒളിമ്പിക്സ് എന്ന് പറയുന്നത് പാരീസ് ഒളിമ്പിക്സ് ആണ്, 1924. അപ്പൊ ഇതിനു മുമ്പ് നമ്മളൊരു പാരീസ് ഒളിമ്പിക്സ് പറഞ്ഞത് ഏത് വർഷമായിരുന്നു? 1900. യെസ്, 1900 പാരീസിൽ ഒളിമ്പിക്സ് നടന്നിട്ടുണ്ട്. രണ്ടാമതായിട്ട് പാരീസിൽ ഒളിമ്പിക്സ് നടന്നത് എന്നാണ്? 1924. അപ്പൊ പാരീസിൽ 2 പ്രാവശ്യം ഒളിമ്പിക്സ് നടന്നിട്ടുണ്ടെന്ന് മനസ്സിലായില്ലേ? മറ്റു ചില സ്ഥലങ്ങളിൽ ഇതുപോലെ 2 പ്രാവശ്യം നടന്നിട്ടുണ്ട്, അത് നമ്മൾ പറയൂട്ടോ. ഇപ്പൊ ഇത്രയും ഓർത്ത് വെക്കുക. അതായത് പാരീസിലെ 1924 പാരീസ് ഒളിമ്പിക്സിലാണ് എന്ത് ചെയ്തത്? ഒളിമ്പിക്സിന്റെ മുദ്രാവാക്യമായ സിറ്റിയസ് ആൾട്ടിയസ് ഫോർട്ടിയസ് എന്ന മുദ്രാവാക്യം ആദ്യമായി ഉപയോഗിച്ചത്. ഓക്കെ, അതായത് അതിനു മുമ്പ് ഇപ്പൊ നമ്മൾ 1896 ഏതൻസിൽ പറഞ്ഞു, 1900 പാരീസിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അന്നൊന്നും എന്തില്ല, ഈ ഒരു മുദ്രാവാക്യം ഇല്ല. അന്ന് ആ മുദ്രാവാക്യം തയ്യാറാക്കിയിട്ടില്ല, അത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടില്ല. 1924 മുദ്രാവാക്യം
ഉപയോഗിച്ചു തുടങ്ങിയത്. അപ്പൊ അതിന്റെ ആ അർത്ഥങ്ങൾ ഓർത്തു വെക്കുക കേട്ടോ. സിറ്റിയസ്, ആൾട്ടിയസ്, ഫോർട്ടിയസ്. കൂടുതൽ വേഗത്തിൽ, കൂടുതൽ ഉയരത്തിൽ, കൂടുതൽ ശക്തിയിൽ. ദെൻ ഈ അടുത്ത കാലത്ത്, അതായത് 2020 കാലഘട്ടത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിലേക്ക് ഒരു വേർഡും കൂടി കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട്. അതെന്താന്ന് അത് പറയുമ്പോ, ആ ഒരു ഒളിമ്പിക്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒന്നുകൂടി പറയാം. അതായത് നമ്മൾ പറഞ്ഞ ഒളിമ്പിക്സ് 1900 ഒളിമ്പിക്സ്, 1896 നമ്മൾ ഏതൻസിലായിരുന്നു എന്ന് പറഞ്ഞു. 1900 പാരീസിലായിരുന്നു. ദെൻ ആദ്യമായിട്ട് സ്ത്രീകള് പങ്കെടുത്ത ഒളിമ്പിക്സ് 1900 ഒളിമ്പിക്സ് ആണ്. ദെൻ ആദ്യത്തെ വനിതാ ജേതാവ്, ഒളിമ്പിക്സിലെ ആദ്യ വനിതാ ജേതാവ് ഷാർലറ്റ് കൂപ്പർ ആണ്. ദെൻ ഒളിമ്പിക്സ് ചരിത്രത്തിൽ ക്രിക്കറ്റ് ഒരു മത്സരമായി ഉൾപ്പെടുത്തിയ ഏക ഒളിമ്പിക്സ് എന്ന് പറയുന്നത് 1900 പാരീസ് ഒളിമ്പിക്സ് ആണ്. ഒളിമ്പിക്സിന്റെ സിമ്പൽ ഈ 5 വളയങ്ങളാണ്. ആ 5 വളയങ്ങളും ഓരോ ഭൂഖണ്ഡങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. അത് ഏതൊക്കെയാണെന്ന് നോക്കി നോക്കാം. അപ്പൊ നമ്മുടെ ഭൂഖണ്ഡം ഏഷ്യയാണ്, അത് മഞ്ഞയാണ്, അത് എന്തായാലും മറക്കരുത്. നമ്മൾ മഞ്ഞ. ഓക്കെ, കണിക്കൊന്നന്റെ ആൾക്കാർ. ദെൻ കറുപ്പ് ഇരുണ്ട ഭൂഖണ്ഡമായ ആഫ്രിക്കയെ സൂചിപ്പിക്കുന്നു. ചുവപ്പ് അമേരിക്കയെയും പച്ച ഓസ്ട്രേലിയയെയും നീല യൂറോപ്പിനെയും സൂചിപ്പിക്കുന്നു. ദെൻ ഒളിമ്പിക്സിന്റെ ഗീതം ആദ്യ ആധുനിക ഒളിമ്പിക്സ് ആയ ഏതൻസിലെ 1896 ഒളിമ്പിക്സ് തന്നെ ഒളിമ്പിക്സ് ഗീതം ആലപിച്ചു ആദ്യമായിട്ട്. അത് ചിട്ടപ്പെടുത്തിയത് സമാരസ്, സ്പൈറി ഡോൺ സമാരസ്. ഡോൺ എന്ന വേർഡൊക്കെ ഓർത്തു വെക്കുക കേട്ടോ. സ്പൈറി ഡോൺ സമാരസ് ആണ് ഒളിമ്പിക്സ് ഗീതം ആദ്യമായിട്ട് ചിട്ടപ്പെടുത്തിയത്. ഒളിമ്പിക്സിന്റെ മുദ്രാവാക്യം സിറ്റിയസ്, ആൾട്ടിയസ്, ഫോർട്ടിയസ്. അത് തയ്യാറാക്കിയത് ഫാദർ ഹെൻറി ദി ഡോൺ. ഒളിമ്പിക്സിന്റെ ഗീതം ചിട്ടപ്പെടുത്തിയത് സ്പൈറി ഡോൺ ആണ്. ഒളിമ്പിക്സിന്റെ മുദ്രാവാക്യം ചിട്ടപ്പെടുത്തിയത് ഹെൻറി ദി ഡോൺ ആണ്, ഫാദർ ഹെൻറി ദി ഡോൺ. സിറ്റിയസ്, ആൾട്ടിയസ് എന്ന് പറയുന്ന ലാറ്റിൻ ഭാഷയാണ്. ഇത് ആദ്യമായി ഉപയോഗിച്ചത് 1924 പാരീസ് ഒളിമ്പിക്സിലാണ്. ഓക്കെ, അടുത്തതായിട്ട് ഒളിമ്പിക്സിന്റെ പതാകയെ കുറിച്ചാണ്. ഒളിമ്പിക്സിന്റെ പതാക എന്ന് പറയുന്നത് അതിന്റെ നിറം വെള്ള നിറമാണ്. വെള്ള നിറത്തിലുള്ള പതാകയാണ് ഒളിമ്പിക്സിന്റെ പതാക. ഈ പതാക ആദ്യമായിട്ട് ഉപയോഗിച്ചത് 1920 ഒളിമ്പിക്സ് ആണ്. 1920 ആന്റ്വർപ്പ് ഒളിമ്പിക്സ്, അതായത് ബെൽജിയത്തിലുള്ള ഒരു സ്ഥലമാണ് ആന്റ്വർപ്പ് എന്ന് പറയുന്നത്. ബെൽജിയം എന്ന രാജ്യത്താണ്. 1920 ആന്റ്വർപ്പിൽ വെച്ചിട്ടാണ് ഒളിമ്പിക്സ് നടന്നത്. ആ ആന്റ്വർപ്പ് ഒളിമ്പിക്സിൽ 1920 എന്ത് ചെയ്തത്, ഒളിമ്പിക്സിന്റെ പതാക ആദ്യമായിട്ട് ഉപയോഗിച്ചത്. ഓക്കെ, ഒളിമ്പിക്സ് പതാകയുടെ നിറം വെള്ള നിറമാണ്. ആദ്യമായിട്ട് ഉപയോഗിച്ചത് ബെൽജിയത്തിലെ ആന്റ്വർപ്പ് ഒളിമ്പിക്സിൽ 1920. ഓക്കെ, അപ്പൊ 1924 ഒളിമ്പിക്സിന്റെ മുദ്രാവാക്യം ആദ്യമായിട്ട് പ്രയോഗിച്ചു. ഒളിമ്പിക്സിന്റെ പതാക ആദ്യമായിട്ട് ഉപയോഗിച്ചത് 1920. അല്ലെ, നമുക്ക് മനസ്സിലാക്കാം അതിൽ തന്നെ ഓരോ വർഷങ്ങൾ അല്ലെങ്കിൽ ഓരോ ഒളിമ്പിക്സ് പിന്നിടുമ്പോഴും ഓരോ പുതിയ പുതിയ പരിഷ്കാരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഒളിമ്പിക്സിൽ അല്ലെ. അങ്ങനെ ഒളിമ്പിക്സിന്റെ രൂപത്തിലും അല്ലെങ്കിൽ അതിന്റെ രീതിയിലൊക്കെ ഓരോരോ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒളിമ്പിക്സിന്റെ ദീപം, ഒളിമ്പിക്സ് ഫെസ്റ്റിവലിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഒളിമ്പിക്സിന്റെ ദീപം എന്ന് പറയുന്നത്. അതായത് നമ്മൾ ആ ഒളിമ്പിക്സിന്റെ ഒരു ഓപ്പണിംഗ് സെറിമണി, ആ തുടങ്ങുന്ന ആ ഒരു സെറിമണി അല്ലെങ്കിൽ അവസാനിക്കുന്ന സെറിമണി, ഇതൊക്കെ അതില് വളരെ രസകരമാണ്. അത് കാണാൻ വേണ്ടിയിട്ട് നല്ല രസമാണ്. ഓരോ രാജ്യങ്ങൾ തമ്മിലുള്ള അതിന്റെ ഒരു പരേഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ കാണാം. ഒളിമ്പിക്സിന്റെ ഓപ്പണിംഗ് സെറിമണി അല്ലെങ്കിൽ ദീപശിഖ പ്രയാണമൊക്കെ അടിച്ചു നോക്കിയാൽ കാണാൻ പറ്റും. ആ ദീപശിഖ പ്രയാണമൊക്കെ കാണാൻ നല്ല രസമാണ്. അതായത് ഒളിമ്പിക്സിന്റെ ആ ദീപം അതൊക്കെ സ്റ്റാർട്ട് ചെയ്തത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യമായിട്ട് ഒളിമ്പിക്സിൽ ദീപം തെളിയിച്ചത് 1928 ഓക്കെ, 1924 നമ്മൾ പറഞ്ഞു പാരീസിൽ ആണ് എന്ത് നടന്നത്, ഒളിമ്പിക്സ് നടന്നത്. 1900 1924 പാരീസിലാണ് ഒളിമ്പിക്സ് നടന്നത്. ഒളിമ്പിക്സ് 2 പ്രാവശ്യം പാരീസിൽ നടന്നു എന്ന് പറഞ്ഞു അല്ലെ. 1928 ആംസ്റ്റർഡാമിലാണ് ഒളിമ്പിക്സ് നടക്കുന്നത്. ആംസ്റ്റർഡാമിലാണ് ഒളിമ്പിക്സ് 1928 നടക്കുന്നത്, അതായത് നെതർലാൻഡിൽ. ദെൻ ആദ്യമായിട്ട് ദീപം തെളിയിക്കുന്നത്, ഒളിമ്പിക്സിൽ ദീപം തെളിയിക്കുന്നത് ഈ നെതർലാൻഡിലെ ആംസ്റ്റർഡാം ഒളിമ്പിക്സിലാണ്. 1928 ദെൻ ദീപശിഖ പ്രയാണം നടത്തുന്നത്, ദീപം തെളിയിച്ചത് ആംസ്റ്റർഡാം ഒളിമ്പിക്സിലെ 1928. ദീപശിഖ പ്രയാണം ആദ്യമായിട്ട് നടത്തുന്നത് 1936 ബെർലിൻ ഒളിമ്പിക്സിലാണ്. ബെർലിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജർമ്മനിയിലുള്ള സ്ഥലമാണ്. ബെർലിനിലാണ് 1936 ദീപശിഖ പ്രയാണം നടത്തുന്നത്. ആദ്യമായി ജലത്തിനടിയിലൂടെ ദീപശിഖ കൊണ്ടുപോയത് ഏത് ഒളിമ്പിക്സിന്റെ ഭാഗമായിട്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സിഡ്നി ഒളിമ്പിക്സ് 2000, ഫ്രാൻസ് നമ്പർ ആണ് അല്ലെ. 2000 ഒളിമ്പിക്സ് നടന്നിട്ടുണ്ട്. ഏത് രാജ്യത്താണ്, സിഡ്നിയിലാണ്.
അപ്പൊ സിഡ്നിയിലാണ് ആദ്യമായിട്ട് ജലത്തിനടിയിലൂടെ ദീപശിഖ കൊണ്ടുപോയത് കേട്ടോ. ദെൻ ഒളിമ്പിക്സ് ദീപത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് ദീപശിഖ പ്രയാണം എത്തിയത് ടോക്കിയോ ഒളിമ്പിക്സിലാണ്. 1964 ടോക്കിയോ ഒളിമ്പിക്സ് നടക്കുന്നത്. ടോക്കിയോ ഒളിമ്പിക്സ് എന്ന് പറയുന്നത് ജപ്പാനിലാണ്. ദെൻ ആ ഒരു ജപ്പാനിലെ ടോക്കിയോ ഒളിമ്പിക്സ് നടന്നുകൊണ്ടിരിക്കുന്ന 1964 ആ ഒരു കാലത്താണ് ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നത്, ദീപശിഖ പ്രയാണം ആദ്യമായിട്ട് എത്തുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒളിമ്പിക്സിന്റെ ദീപത്തെ കുറിച്ച് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അതിൽ ആ വർഷങ്ങൾ ജസ്റ്റ് ഓർത്തു വെക്കുക. ആദ്യമായിട്ട് ദീപം തെളിയിച്ചത് 1928, ദീപശിഖ പ്രയാണം നടത്തിയത് 1936, ദെൻ ജലത്തിനടിയിലൂടെ കൊണ്ടുപോയത് 2000 ജലത്തിനടിയിലൂടെ കൊണ്ടുപോയത്. ദെൻ ഇന്ത്യയില് ദീപശിഖ പ്രയാണം എത്തിയത് 1964. ഓക്കെ, 1928, 1936, 2000, 1964. 1928 എന്താണ് ആദ്യമായിട്ട് ദീപം തെളിയിച്ചത്? അത് ഏത് ഒളിമ്പിക്സ് ആണ്? ആംസ്റ്റർഡാം ഒളിമ്പിക്സ് ആണ്. 1936 ദീപശിഖ പ്രയാണം നടത്തിയത് ബെർലിൻ ഒളിമ്പിക്സ് ആണ്. ദെൻ ജലത്തിനടിയിലൂടെ ദീപശിഖ കൊണ്ടുപോയത് സിഡ്നി ഒളിമ്പിക്സിൽ നിന്നാണ് 2000. ഇന്ത്യയിൽ ദീപശിഖ പ്രയാണം എത്തിയത് ടോക്കിയോ ഒളിമ്പിക്സിന്റെ ഭാഗമായിട്ടാണ്. ഒളിമ്പിക്സിന്റെ സത്യപ്രതിജ്ഞ. ഒളിമ്പിക്സിന്റെ ഭാഗമായിട്ട്, ആ ഗെയിംസിന്റെ ഭാഗമായിട്ട് സത്യപ്രതിജ്ഞ ചൊല്ലുന്ന ഒരു ചടങ്ങുണ്ട്. ദെൻ ആദ്യമായിട്ട് സത്യപ്രതിജ്ഞ ചൊല്ലിയത്, ഒളിമ്പിക്സ് ഉദ്ഘാടനത്തിന് സത്യപ്രതിജ്ഞ ചൊല്ലിയ ആദ്യ താരം ആരാണ്? വിക്ടർ ബോയിനാണ്. വിക്ടർ ബോയിനാണ് സത്യപ്രതിജ്ഞ ചൊല്ലിയ ആദ്യ താരം. അങ്ങനെയാണെങ്കിൽ സത്യപ്രതിജ്ഞ ചൊല്ലാൻ തുടങ്ങിയത് ഏത് വർഷം മുതലായിരിക്കും? 1920 വിക്ടർ ബോയിന് സത്യപ്രതിജ്ഞ ചൊല്ലിയത്. അപ്പൊ ആ വർഷം മുതലാണ് സത്യപ്രതിജ്ഞ ചൊല്ലാൻ തുടങ്ങിയത്. 1920 സത്യപ്രതിജ്ഞ ചൊല്ലാൻ തുടങ്ങിയത്. ഒളിമ്പിക്സില് ആദ്യമായിട്ട് സത്യപ്രതിജ്ഞ ചൊല്ലിയ താരം എന്ന് പറയുന്നത് വിക്ടർ ബോയിനാണ്. ദെൻ ഈ 1920 എവിടെയാണ് നടന്നത്? 1920 എവിടെയാണ് ഒളിമ്പിക്സ് നടന്നത്? 1924 പാരീസിലാണ്. 28 നമ്മളിവിടെ തൊട്ട് മുമ്പ് പറഞ്ഞു, 28 ആംസ്റ്റർഡാമിലാണ്. 20 എവിടെയായിരുന്നു നടന്നത്? അറിയോ? ഇല്ല. ജസ്റ്റ് നമ്മളിപ്പോ മുകളിൽ പറഞ്ഞിരുന്നു, ഒളിമ്പിക്സിന്റെ പതാക പറഞ്ഞപ്പോ ആന്റ്വെർപ്പ് ഒളിമ്പിക്സ് 1920. ഓക്കെ, ബെൽജിയത്തിലെ ആന്റ്വെർപ്പിലാണ് 1920 ഒളിമ്പിക്സ് നടന്നത്. അത് അവിടെ നമ്മൾ എന്ത് പറഞ്ഞു? ആദ്യമായി ഒളിമ്പിക്സ് പതാക ഉപയോഗിച്ചു എന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ അതിന്റെ കൂടെ ഓർത്ത് വെക്കുക, ആദ്യമായി ഒളിമ്പിക്സ് പതാക ഉപയോഗിച്ചതും ആദ്യമായിട്ട് ഒളിമ്പിക്സിൽ സത്യപ്രതിജ്ഞ ചൊല്ലിയതും 1920 ആന്റ്വെർപ്പ് ഒളിമ്പിക്സിലാണ്. 1920 ആന്റ്വെർപ്പ് ഒളിമ്പിക്സിന് 2 പ്രത്യേകതകളുണ്ട്. ഒളിമ്പിക്സ് പതാക ആദ്യമായി ഉപയോഗിച്ചു, ഒളിമ്പിക്സിന്റെ സത്യപ്രതിജ്ഞ ആദ്യമായി ചൊല്ലി. സത്യപ്രതിജ്ഞ ചൊല്ലിയത് ആരാണ്? വിക്ടർ ബോയിനാണ്. ഓക്കെ, ദെൻ അടുത്തതായിട്ട് ഒളിമ്പിക്സിന്റെ ഭാഗ്യചിഹ്നം. അതായത് ഓരോ ഒളിമ്പിക്സിനും ഓരോ ഭാഗ്യചിഹ്നങ്ങൾ രൂപകൽപ്പന ചെയ്യാറുണ്ട്. ദെൻ അതായത് ഇപ്പം ടോക്കിയോയിലാണ് അവസാനം നടന്നത്, ഒളിമ്പിക്സ് നടന്നത്. അപ്പൊ അതിനൊരു ഭാഗ്യചിഹ്നം ഉണ്ടായിരുന്നു. ഇതുപോലെ ഓരോ വർഷമല്ല, 4 വർഷം കൂടുമ്പോഴാണ് ഒളിമ്പിക്സ് നടക്കുന്നത്. ഓരോ ഒളിമ്പിക്സിനും ഓരോ ഭാഗ്യചിഹ്നം ഉണ്ടായിരിക്കും. ഈ ഭാഗ്യചിഹ്നം കൊടുക്കാൻ, അല്ലെങ്കിൽ ഭാഗ്യചിഹ്നം എന്നുള്ള ആ ഒരു ആശയം തുടങ്ങിയത് അല്ലെങ്കിൽ ആരംഭിച്ചത് ഏത് ഒളിമ്പിക്സ് മുതലാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 1972 മ്യൂണിച്ച് ഒളിമ്പിക്സ്. മ്യൂണിച്ച് എന്നാണ് ശരിയായ പ്രൊനൗൺസിയേഷൻ എന്ന് തോന്നുന്നു. മ്യൂണിച്ച് ഒളിമ്പിക്സിലാണ് ഭാഗ്യചിഹ്നം കൊടുക്കാൻ തുടങ്ങിയത് ആദ്യമായിട്ട്. അതായത് 1972 വരെ, അതുവരെയുള്ള ഒളിമ്പിക്സുകളിലൊന്നും ഭാഗ്യചിഹ്നം എന്ന് പറഞ്ഞൊരു സാധനം ഇല്ലായിരുന്നു. 1972 ആദ്യമായിട്ട് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഭാഗ്യചിഹ്നം എന്ന് പറഞ്ഞിട്ട്, അതായത് ഓരോ ഒളിമ്പിക്സിനെ സൂചിപ്പിക്കാനുള്ള ഒരു ചിഹ്നം, അത്രേ ഉള്ളൂ. ദെൻ ആദ്യത്തെ ഭാഗ്യചിഹ്നം, അതായത് 1972 മ്യൂണിച്ച് ഒളിമ്പിക്സിന്റെ ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത്, അതിലാണ് ആദ്യമായിട്ട് ഭാഗ്യചിഹ്നം ഉപയോഗിച്ച് തുടങ്ങിയത്. ആ ഭാഗ്യചിഹ്നം എന്തായിരുന്നു? വാൽഡി എന്ന നായക്കുട്ടി, അതായത് വാൽഡി എന്ന ഒരു നായക്കുട്ടിയുടെ ചിഹ്നമായിരുന്നു, അല്ലെങ്കിൽ അതിന്റെ ഒരു ഫോട്ടോ സിമ്പൽ ആയിരുന്നു മ്യൂണിച്ച് ഒളിമ്പിക്സിന്റെ ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഒളിമ്പിക് ചാർട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര ഇമ്പോർട്ടന്റ് ഒന്നും അല്ല, എന്നാലും ഒന്ന് ഓർത്തിരിക്കുക. അതായത് നമ്മൾ ഒളിമ്പിക് കമ്മിറ്റി പറഞ്ഞു അല്ലെ? ഒളിമ്പിക് കമ്മിറ്റി എന്ന് പറയുന്ന ഒളിമ്പിക്സിനെ മൊത്തത്തിൽ മാനേജ് ചെയ്യുന്ന കമ്മിറ്റിയാന്ന് പറഞ്ഞു. ദെൻ മാനേജ് ചെയ്യാൻ കുറച്ചു നിയമങ്ങളും നിയമാവലികളും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടാവില്ലേ?
ആ ഒരു ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ഒളിമ്പിക്കിന്റെ ഗെയിംസും കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് നിയമങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഉണ്ട്. അതിനെയാണ് നമ്മൾ ഒളിമ്പിക് ചാർട്ടർ എന്ന് പറയുന്നത്. ആ അടുത്തതായിട്ട് പ്രധാനപ്പെട്ട വേദികളാണ്. അതായത് ഒളിമ്പിക്സ് 1896 മുതലാണ് ആധുനിക ഗെയിംസ്, ആധുനിക ഒളിമ്പിക്സ് തുടങ്ങിയത് എന്ന് പറഞ്ഞു. അപ്പൊ ഇപ്പൊ ഇത്രയും വർഷം 2024 അപ്പൊ ഇതുവരെ ആ 32ഓളം, ഏകദേശം 32ഓളം ഒളിമ്പിക്സുകൾ നടന്നിട്ടുണ്ട്. അപ്പൊ ഈ 32 കാണാതെ പഠിക്കുക എന്ന് പറയുന്നത് നല്ലതാണ് പഠിക്കുകയാണെങ്കിൽ. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട വേദികൾ നമ്മൾ എന്തായാലും പഠിച്ചിരിക്കണം. അതായത് ചില വേദികളിൽ 2 പ്രാവശ്യം 3 പ്രാവശ്യം ഒക്കെ നടന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ചോദിക്കാം, 3 പ്രാവശ്യം ഒളിമ്പിക്സിന് വേദിയായ സ്ഥലം ഏത്, വേദിയായ രാജ്യം ഏത് എന്നൊക്കെ ചോദിക്കാം. അപ്പൊ അങ്ങനെ ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ഓർത്ത് വെക്കുക. ദെൻ ഒളിമ്പിക്സിന്റെ വേദികളെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒളിമ്പിക്സ് നടക്കാത്ത വർഷങ്ങൾ ഏതൊക്കെയാണെന്നാണ്. അപ്പൊ ഒളിമ്പിക്സ് നടക്കാത്ത വർഷം 1916, 1940, 1944. ഈ 3 വർഷങ്ങളിൽ ഒളിമ്പിക്സ് നടന്നിട്ടില്ല. അതിന്റെ കാരണം എന്ന് പറയുന്നത് 1916 നടക്കാത്തതിന്റെ കാരണം ഫസ്റ്റ് വേൾഡ് വാർ, 1-ാം ലോക മഹായുദ്ധ കാലമായിരുന്നു, നമുക്കറിയാം. അതുകൊണ്ട് ആ ഒരു കാലത്ത് അപ്പൊ ഒളിമ്പിക്സ് നടത്തുന്ന തിരക്കല്ലല്ലോ. എല്ലാ ലോക രാജ്യങ്ങൾ തമ്മിൽ യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയല്ലേ. അതുകൊണ്ട് 1916 എന്ത് നടന്നില്ല, ഒളിമ്പിക്സ് നടന്നില്ല. ദെൻ രണ്ടാമത്തെ 1940, ദെൻ 1944. നമുക്കറിയാം 4 വർഷം കൂടുമ്പോ നടത്തുന്നല്ലേ. അപ്പൊ 1900 കഴിഞ്ഞാൽ പിന്നെ 4ന്റെ ഗുണിതല്ലേ 16. അതായത് 1900 കഴിഞ്ഞാൽ പിന്നെ 904, 908, 912, 916 പിന്നെ വരേണ്ടത്. അന്ന് നടന്നില്ല. പിന്നെന്താണ്, 920 നടന്നു അല്ലെ. നമ്മൾ പറഞ്ഞു ആന്റ്വർക്ക് ഒളിമ്പിക്സ് 920 നടന്നു. ദെൻ 24 എവിടെ നടന്നു, പാരീസിൽ നടന്നു. ദെൻ 28 ആംസ്റ്റർഡാമിൽ നടന്നു. ദെൻ 32 നടന്നിട്ടുണ്ട്. പിന്നെ 32 പിന്നെ 36. ദെൻ 40 പിന്നെ നടക്കേണ്ടത്. അന്ന് 40 നടന്നില്ല. കാരണം 2-ാം ലോക മഹായുദ്ധം. 44 നടന്നില്ല. കാരണം എന്താണ്, 2-ാം ലോക മഹായുദ്ധം തന്നെ 44 നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അല്ലെ. അത്രയും വർഷം നീണ്ടു നിന്നിരുന്നു. 1940 44 2-ാം ലോക മഹായുദ്ധം കാരണം എന്ത് നടന്നില്ല, ഒളിമ്പിക്സ് നടന്നില്ല. ഓക്കെ. ഇനി ഇതിന്റെ കൂടെ തന്നെ നമ്മൾ ഓർത്തു വെക്കേണ്ട മറ്റൊരു കാര്യമാണ് 2020 ഒളിമ്പിക്സ്. ഓക്കെ. നമ്മൾ പറഞ്ഞു 2000 എന്ന വർഷത്തില്, 2000 സിഡ്നിയിൽ വെച്ചിട്ടാണ് നടന്നതെന്ന് പറഞ്ഞു അല്ലെ. അന്നാണ് എന്ത്, ജലത്തിനടിയിലൂടെ ദീപശിഖ പ്രയാണം കൊണ്ടുപോയത്. അപ്പൊ 2000 നടന്നു. പിന്നെ എന്നായിരിക്കും നടന്നിക്ക, 2004, 2008, 2012, 2016 നടന്നു. പിന്നെ എന്നാ നടക്കേണ്ടത്, 2020 നടക്കേണ്ടത് അല്ലേ. അതെ. പക്ഷെ 2020 നടന്നില്ല. എന്താ കാരണം, COVID-19 അല്ലേ. നമ്മുടെ കൊറോണ കാലമായിരുന്നു, കോവിഡ് കാലമായിരുന്നു. അതുകൊണ്ട് അന്ന് ഒളിമ്പിക്സ് നടത്താൻ പറ്റുമോ, ഇല്ല. അതുകൊണ്ട് എന്ത് ചെയ്തു, 2020 ഒളിമ്പിക്സ് 2021 മാറ്റിവെച്ചു. ദെൻ ഒളിമ്പിക്സ് നടന്നത് എന്നാണ്, 2020 ഒളിമ്പിക്സ് നടന്നത് 2021. അതിന്റെ പേര് ഒളിമ്പിക്സ് 2020 എന്നാണ് ഇപ്പോഴും. പക്ഷെ അത് നടന്നത് എന്നാണ്, 2021. അത് എവിടെ വെച്ചിട്ടാണ് നടന്നത്, ടോക്കിയോയിൽ വെച്ചിട്ടാണ് നടന്നത്. അതാണ് അവസാനത്തെ ഒളിമ്പിക്സ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി എന്നായിരിക്കും ഒളിമ്പിക്സ് നടക്കുക, ഇനി 2025 അല്ല, ഇനി 2024 തന്നെയാണ് നടക്കുക. കാരണം 2020 അത് നടക്കേണ്ടിയിരുന്നത്. അത് ആ ഒരു പ്രത്യേക സാഹചര്യം കാരണം 21 മാറ്റിവെച്ചതാണ്. അപ്പൊ ഇതുവരെ ആ 4ന്റെ ഗുണിതായിട്ട് അങ്ങനെ പോകുന്നതല്ലേ. അപ്പൊ അത് അങ്ങനെ തന്നെ തുടർന്നു പോകും. 2020 നടക്കേണ്ടിയിരുന്നത് നിർഭാഗ്യവശാൽ 21 മാറ്റിവെച്ചതാണ്. അത് വിചാരിച്ച് ഇനി 21 4 കൂട്ടണ്ടേ, 20 തന്നെ 4 കൂട്ടുക. 2024 അടുത്ത ഒളിമ്പിക്സ് നടക്കുക. ഓക്കെ. 1948 വേദി എന്ന് പറയുന്നത് ലണ്ടൻ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. കാരണം 1940, 44 തുടർച്ചയായ 2 ഒളിമ്പിക്സുകൾ നടന്നില്ല. 2-ാം ലോക മഹായുദ്ധ കാരണം 1936 നടന്നു. അതിനുശേഷം പിന്നെ 40 നടന്നില്ല, 44 നടന്നില്ല. ഈ 2 തുടർച്ചയായത് നടക്കാത്തതിന് ശേഷം പിന്നെ വന്നത് എന്നാണ്, 48. അപ്പൊ അത് ചോദിക്കാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ട്. മനസ്സിലായോ? അത് ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്താണ്, ഏകദേശം 4
12 വർഷങ്ങൾക്ക് ശേഷം 36 കഴിഞ്ഞിട്ട് പിന്നെ 12 വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നെ എന്ത് നടക്കുന്നത്, ഒളിമ്പിക്സ് നടക്കുന്നത്. അതെവിടെയായിരുന്നു? ലണ്ടനിലായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ലണ്ടനിലാണ് 1948 എന്ത് നടന്നത്? ഒളിമ്പിക്സ് നടന്നത്. അപ്പൊ അത് പറയുമ്പോ അതിന്റെ കൂടെ തന്നെ നമ്മൾ ഓർത്തു വെക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ത്? ലണ്ടൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 പ്രാവശ്യം ലണ്ടനിൽ 3 പ്രാവശ്യം ഒളിമ്പിക്സ് നടന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ തവണ ഒളിമ്പിക്സിന് വേദിയായ സ്ഥലം ഏതാണ്? ലണ്ടനാണ്. ലണ്ടനില് 3 വർഷങ്ങളിൽ ഒളിമ്പിക്സ് നടന്നു. അത് ഏതൊക്കെ വർഷമാണ്? 1908, 1948, 2012. ഓക്കെ, 1948 നമ്മളിപ്പോ ഇവിടെ പറഞ്ഞു. അതുപോലെ 2012 പറഞ്ഞാൽ ഇപ്പൊ അടുത്ത് കഴിഞ്ഞിട്ടുള്ളൂ അല്ലെ, 2000-ന് ശേഷം. 2012-ലും 1948-ലും. ഇനി ഈ 48 എന്നുള്ളടത്ത് 08 അങ്ങനെ ആയാലും 1908-ലും. ഈ 3 വർഷങ്ങളിലാണ് ലണ്ടനിൽ വെച്ചിട്ട് ഒളിമ്പിക്സ് നടന്നത്. ഓക്കെ, അപ്പൊ ഏറ്റവും കൂടുതൽ തവണ ഒളിമ്പിക്സിന് വേദിയായ സ്ഥലം ലണ്ടൻ. ഏതൊക്കെ വർഷങ്ങളാണ്? 1908, 1948, 2012. യെസ്, വെരി ഗുഡ്. ദെൻ ഇതിന്റെ കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് 3 തവണ എന്ന് പറഞ്ഞു അല്ലെ, 2 തവണ വേദിയായ 4 സ്ഥലങ്ങളുണ്ട്. അതായത് 4 സ്ഥലങ്ങള് 2 പ്രാവശ്യം ഒളിമ്പിക്സിന് വേദിയായിട്ടുണ്ട്. അതിൽ ചിലതൊക്കെ ഇപ്പൊ നമ്മൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞപ്പോ നമ്മളിപ്പം ചർച്ച ചെയ്തു. നമുക്ക് ഒന്നുകൂടി പറയാം. ആ 4 സ്ഥലങ്ങളാണ്: ഒന്ന് ഏതൻസ്, ദെൻ രണ്ടാമത്തേത് പാരീസ്, മൂന്നാമത്തേത് ലോസ് ഏഞ്ചൽസ്, നാലാമത്തേത് ടോക്കിയോ. ദെൻ ഏതൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഏതൻസ് നമ്മൾ പറഞ്ഞു ആദ്യത്തെ ഒളിമ്പിക്സ് നടന്നത് 1896 ഏതൻസിലാണ്. ഈ ആദ്യത്തെ ഒളിമ്പിക്സ് എന്ന് പറയുന്നത് ആധുനിക ഒളിമ്പിക്സ് ആണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. ഏറ്റവും ആദ്യമായിട്ട് ഒളിമ്പിക്സ് നടന്നത് എന്ന് ചോദിച്ചാൽ AD 8-ാം നൂറ്റാണ്ടാണ് എഴുതേണ്ടത്, അല്ലെങ്കിൽ BC 8-ാം നൂറ്റാണ്ട്, BC 776 ഒളിമ്പിയ, ഗ്രീസിലെ ഒളിമ്പിയയിലാണ് ആൻഷ്യന്റ് ഒളിമ്പിക്സ് നടക്കുന്നത്. ഇപ്പൊ നമ്മൾ പറയുന്നതൊക്കെ ആധുനിക ഒളിമ്പിക്സിനെ കുറിച്ചാണ്. ആധുനിക ഒളിമ്പിക്സ് ഏതൻസിൽ 1896 ആദ്യമായിട്ട് നടന്നു അല്ലെ. അതിനുശേഷം 2004-ലും എന്ത് ചെയ്തിട്ടുണ്ട്? ഏതൻസില് ഒളിമ്പിക്സ് നടന്നിട്ടുണ്ട്. ദെൻ പാരീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, 1900-ലെ ഒളിമ്പിക്സിനെ പാരീസ് ഒളിമ്പിക്സ് എന്നാണ് അറിയപ്പെടുന്നത്. അതിനുശേഷം 1924-ലും എന്താണ്? പാരീസിൽ വെച്ചിട്ടാണ് എന്ത് നടന്നത്? ഒളിമ്പിക്സ് നടന്നത്. ഓക്കെ, അപ്പോ ഏതൻസ് 1896, ദെൻ 2004. പാരീസിൽ ഒളിമ്പിക്സ് നടന്നത് 1900-ലും 1924-ലും. ഈ 1924-ലാണ് എന്ത് ചെയ്ത്? ഒളിമ്പിക്സിന്റെ മുദ്രാവാക്യം ആദ്യമായിട്ട് ഉപയോഗിച്ചത്. ഏതാണ് ആ മുദ്രാവാക്യം? കിട്ടുന്നില്ല തുള്ളികള്. ഏത് ഭാഷയിലാണത്? ലാറ്റിൻ ഭാഷ. സിറ്റിയസ് ആൾട്ടിയസ് ഫോർട്ടിയസ് എന്നുള്ള മുദ്രാവാക്യം ഉപയോഗിച്ചത് ഈ 1924-ലെ പാരീസ് ഒളിമ്പിക്സിലാണ്. ഓക്കെ, ദെൻ 2 തവണ വേദിയായ സ്ഥലങ്ങളാണ് നമ്മളിപ്പോ പറയുന്നത്. ദെൻ അടുത്ത ഒരു സ്ഥലമാണ് ലോസ് ഏഞ്ചൽസ്. ലോസ് ഏഞ്ചൽസിൽ 1932-ലും അതുപോലെ 1984-ലും ഈ 2 വർഷങ്ങളില് ഒളിമ്പിക്സിന് വേദിയായി. ദെൻ അടുത്തതായിട്ട് ടോക്കിയോ നമ്മൾ പറഞ്ഞു ഇപ്പൊ അടുത്ത് കഴിഞ്ഞത്, അതായത് 2020-ലെ ഒളിമ്പിക്സ് നടന്നത് എന്നാണ് 21-ലാണ്. 2020-ലെ ഒളിമ്പിക്സും അതുപോലെ 1964-ലെ ഒളിമ്പിക്സും എവിടെയായിരുന്നു? ജപ്പാനിലെ ടോക്കിയോയിൽ വെച്ചിട്ടാണ് നടന്നത്. അപ്പൊ 2 വർഷം ഒളിമ്പിക്സിന് വേദിയായ സ്ഥലങ്ങളാണ് ഇതൊക്കെ. 2 വർഷം ഒളിമ്പിക്സ് സ്ഥലങ്ങളാണിത്. 1964-ലെ ടോക്കിയോ ഒളിമ്പിക്സ് പറഞ്ഞു അല്ലെ. അതിനെ കുറിച്ച് നമ്മള് ജസ്റ്റ് ഡിസ്കസ് ചെയ്തിരുന്നു. എന്ത്? 1964-ലെ ടോക്കിയോ ഒളിമ്പിക്സിലാണ് ഇന്ത്യയിൽ എന്തെത്തിയത്? ആദ്യമായിട്ട് ദീപശിഖ ഇന്ത്യയിലേക്ക് എത്തിയത് ഈ ഒളിമ്പിക്സിന്റെ ഭാഗമായിട്ടാണ്. ഓക്കെ, ഇനി ഇവിടെ ഇതിനെ കുറിച്ച് പറയുമ്പം നമ്മൾ അറിയേണ്ട ഒരു കാര്യം, അതായത് ഇനിയിപ്പം അവസാനം നടന്നത് ടോക്കിയോയിലാണ്, 2020-ലാണ്. ഇനി അടുത്ത വർഷങ്ങളിൽ എവിടെയായിരിക്കും എന്ത് നടക്കുക? അതിപ്പോ തന്നെ ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഏതൊക്കെ സ്ഥലങ്ങളിലാണ്. അതായത് അടുത്ത 2024-ലാണ് നടക്കാനുള്ളത്. അതെവിടെയാണ്? പാരീസിലാണ്. അപ്പൊ പാരീസ് എത്രാമത്തെ ആയിരിക്കും? 3-ാമത്തെ ആയിരിക്കും അല്ലെ. പാരീസിൽ 2 പ്രാവശ്യം ഓൾറെഡി നടന്നു.
ആ 1900-ലും 1924-ലും. 24. അടുത്തത് 2024-ലും പാരീസിലാണ്. ദെൻ 2028-ല് അത് കഴിഞ്ഞിട്ട് 24 കഴിഞ്ഞാൽ പിന്നെ 28-ലായിരിക്കും ഉണ്ടാവുക. 28-ൽ എവിടെയാ നടക്കുക? ലോസ് ഏഞ്ചൽസ്. അപ്പൊ ലോസ് ഏഞ്ചൽസും എത്രാമതായി? മൂന്നാമത്തെ. ലോസ് ആഞ്ചൽസിലും മൂന്നാമത്തെ പ്രാവശ്യമായിരിക്കും നടന്നിട്ടില്ല. ഇപ്പൊ 2 പ്രാവശ്യം നടന്നിട്ടുള്ളൂ. 2028-ത്തെ ഒളിമ്പിക്സ് കഴിയുമ്പോൾ ലോസ് ഏഞ്ചൽസും 3 പ്രാവശ്യം ഒളിമ്പിക്സിന് വേദിയായി എന്നുള്ള പദവിയിലെത്തും. അപ്പൊ ആരുടെ കൂടെ എത്തി? ലണ്ടന്റെ കൂടെ പാരീസും ലോസ് ഏഞ്ചൽസും ഒക്കെ എത്തും ഈ 2 ഒളിമ്പിക്സ് കഴിയുമ്പോൾ. പിന്നെ 2028 കഴിഞ്ഞാൽ പിന്നെ 2032-ലാണ് ഉണ്ടാവുക. അതെവിടെയാണ്? ഓസ്ട്രേലിയയിലെ ബ്രിസ്ബെയിനിലാണ്. 2032-ലെ ഒളിമ്പിക്സ് നടക്കുക. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ പറയണതൊക്കെ? ഒളിമ്പിക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ കുറെ പറഞ്ഞു. ഒളിമ്പിക്സിന്റെ ഗീതം, ഒളിമ്പിക്സിന്റെ പ്രതിജ്ഞ, മുദ്രാവാക്യം, കുറെ കാര്യങ്ങൾ പറഞ്ഞു അല്ലെ. അപ്പൊ അതുപോലെ തന്നെ വരുന്നതാണ് ഒളിമ്പിക്സിലെ മാർച്ച് പാസ്റ്റ്. പറഞ്ഞു ഒളിമ്പിക്സിന്റെ ദീപശിഖ പ്രയാണം, അതൊക്കെ കാണാൻ രസമാണ്. പരേഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന നമുക്ക് ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാം. അപ്പൊ ഒളിമ്പിക്സിന്റെ മാർച്ച് പാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന എല്ലാ രാജ്യങ്ങളെയും പ്രതിനിധീകരിക്കുന്ന ആളുകള് അണിനിരന്നിട്ടുള്ള ഒരു പരേഡാണ്. ഓക്കെ, അപ്പൊ അതിൽ ഏറ്റവും മുമ്പിലാണ് നിരക്കുന്ന രാജ്യം ഏതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഗ്രീസ് ആണ്. ഏറ്റവും മുമ്പിലാണ് നിരക്കുന്നത് ഏത് രാജ്യക്കാരായിരിക്കും? മാർച്ച് പാസ്റ്റില് ഗ്രീസിലുള്ളവരാണ്. എന്തായിരിക്കും ഗ്രീസിലുള്ളവർ അണിനിരക്കാൻ കാരണം? അറിയോ? ഇല്ല. ഗ്രീസിന്റെ പ്രത്യേകത എന്താ? ഗ്രീസിനെ കുറിച്ച് ഇപ്പൊ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞു? ഒളിമ്പിയ, ഏതൻസ്, അതൊക്കെ ഗ്രീസിലല്ലേ? എന്താ ഒളിമ്പിയന്റെ ഏതൻസിന്റെ ഒക്കെ പ്രത്യേകത? എന്താ നടന്ന സ്ഥലങ്ങളാണ്. എന്ന് നടന്നത്? ആദ്യമായിട്ട് ഒളിമ്പിക്സ് നടന്നതാണ് കേട്ടോ. ആദ്യമായിട്ട് ഒളിമ്പിക്സ് നടന്നത് ഒളിമ്പിയയിലും ആധുനിക ഒളിമ്പിക്സ് ആദ്യമായിട്ട് നടന്നത് ഏതൻസിലാണ്. അതൊക്കെ എവിടെയാണ്? ഗ്രീസ് ആണ്. അപ്പൊ സത്യം പറയുകയാണെങ്കിൽ ഗ്രീസ് എന്ന രാജ്യത്തു നിന്നാണ് ഒളിമ്പിക്സിന്റെ ഉറവിടം അല്ലെങ്കിൽ ഒളിമ്പിക്സിന്റെ തുടക്കം എന്ന് പറയുന്നത് ആ രാജ്യത്തു നിന്നാണ്. അതുകൊണ്ട് ആ രാജ്യമാണ് ഒളിമ്പിക്സിന്റെ തുടക്കം. അതുകൊണ്ടാണ് ഏറ്റവും മുമ്പില് ഒളിമ്പിക്സ് മാർച്ച് പാസ്റ്റില് ഗ്രീസ് എന്ന രാജ്യക്കാരാണ് നിരക്കുക. then ഏറ്റവും അവസാനം ഏത് രാജ്യക്കാരാണ്? ആതിഥേയ രാജ്യം. എന്താണ് ആതിഥേയ രാജ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? അറിയോ? ഇല്ല. അതായത് ഏത് രാജ്യക്കാരാണോ, ഏത് രാജ്യത്ത് വെച്ചാണോ ഒളിമ്പിക്സ് നടത്തുന്നത് ആ രാജ്യം. അതായത് ഇപ്പൊ അവസാനമായിട്ട് ടോക്കിയോയിലായിരുന്നു എന്ന് പറഞ്ഞു 2021 നടന്നത്. ടോക്കിയോ എന്ന് പറഞ്ഞാല് ജപ്പാനിലാണ്. അപ്പൊ മാർച്ച് പാസ്റ്റിൽ ഏറ്റവും അവസാനം ആ ടോക്കിയോ, അതായത് ജപ്പാൻ രാജ്യത്ത് നിന്നുള്ള താരങ്ങൾ അല്ലെങ്കിൽ പങ്കെടുക്കുന്ന പാർട്ടിസിപ്പൻസ്, മത്സരാർത്ഥികളായിരിക്കും ആ ഒരു മാർച്ച് പാസ്റ്റിൽ ഏറ്റവും അവസാനം നിൽക്കുക ആ രാജ്യക്കാരായിരിക്കും. ഓക്കെ, നമ്മൾ പറഞ്ഞു ഒളിമ്പിക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒളിമ്പിക്സിന്റെ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയാണ് ഒളിമ്പിക്സിന്റെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്. അപ്പൊ ആ കമ്മിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊന്ന് നോക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതായത് 1894-ലാണ് രൂപീകൃതമായത്. ആരാണ് രൂപീകരിച്ചത്? പിയറി ഡി ക്യൂബർട്ടിൻ. 1894 കൃത്യമായിട്ട് ഡേറ്റ് പറയുകയാണെങ്കിൽ ജൂൺ 23-നാണ് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി രൂപീകരിക്കുന്നത്. ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് സ്വിറ്റ്സർലൻഡിലെ ലൂസനയിലാണ്. ഇദ്ദേഹം ക്യൂബർട്ടിൻ ആണ് സ്ഥാപിച്ചത് എങ്കിലും IOC-യുടെ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ ആദ്യത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ദിമിത്രിയസ് വിഗേലസ് ആയിരുന്നു. IOC-യുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഓപ്ഷൻ പിയറി ഡി ക്യൂബർട്ടിൻ തന്നിട്ടുണ്ടെങ്കിൽ മാറി കുത്താൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഓർത്ത് വെക്കുക, ഫസ്റ്റ് പ്രസിഡന്റ് പിയറി ഡി ക്യൂബർട്ടിൻ അല്ല. പിയറി ഡി ക്യൂബർട്ടിൻ രണ്ടാമത്തെ പ്രസിഡന്റ് ആണ്. പിയറി ഡി ക്യൂബർട്ടിൻ. പിയറി ഡി ക്യൂബർട്ടിൻ ആരാണ്? IOC സ്ഥാപിച്ച ആളാണ്. ആ ഒരു കമ്മിറ്റി രൂപീകരിച്ച പിയറി ഡി ക്യൂബർട്ടിൻ ആണ്. പക്ഷെ അതിന്റെ ആദ്യത്തെ പ്രസിഡന്റ് വിഗേലസ് ആണ്. വിഗേലസ് അല്ലെങ്കിൽ ദിമിത്രിയസ് വിഗേലസ് ആണ് ആദ്യത്തെ പ്രസിഡന്റ് എന്നുള്ളത് ഓർത്തു വെക്കാം. ആദ്യത്തെ പ്രസിഡന്റ് ദിമിത്രിയസ് വിഗേലസ്, രണ്ടാമത്തെ പ്രസിഡന്റ് പിയറി ഡി ക്യൂബർട്ടിൻ. ഇപ്പോഴത്തെ പ്രസിഡന്റ്, അതായത് ഇപ്പോഴും എന്തുണ്ട്? IOC ഉണ്ട് അല്ലെ, ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി ഉണ്ട്. അവരാണ് ഇപ്പോഴും ഒളിമ്പിക്സിന്റെ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നതും മാനേജ് ചെയ്യുന്നതും. ഇപ്പോഴത്തെ IOC-യുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് തോമസ് ബാച്ച് ആണ്. തോമസ്
ബാച്ച്. ബാറ്റ്. അദ്ദേഹമാണ് ഇപ്പോഴത്തെ IOC-യുടെ പ്രസിഡന്റ്. ദെൻ ഒളിമ്പിക്സ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നു ഞാൻ പറഞ്ഞിരുന്നു. ഒളിമ്പിക്സിലെ IOC-യുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ലൂസന്നയിലാണെന്ന് പറഞ്ഞപ്പോൾ ലൂസന്നയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒളിമ്പിക് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നതും ലൂസന്നയിലാണ്. ഓക്കെ. ഒളിമ്പിക്സ് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണ് പാരാ ഒളിമ്പിക്സ് അല്ലെങ്കിൽ പാരാലിമ്പിക്സ്. എന്താണ് പാരാലിമ്പിക്സ്? പാരാലിമ്പിക്സ് എന്ന് കേട്ടിട്ടുണ്ടോ? എന്താണ് അറിയോ? ടോക്കിയോ പാരാലിമ്പിക്സ് ടോക്കിയോയിലും നടന്നിട്ടുണ്ട്. അതായത് പാരാലിമ്പിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒളിമ്പിക്സിൽ എല്ലാ രാജ്യക്കാരും പങ്കെടുക്കും. നമുക്ക് ആർക്കും പങ്കെടുക്കാന്ന് പറയാം. പക്ഷെ അതിന് ക്വാളിഫിക്കേഷൻസ് ഉണ്ട്. നമുക്ക് ആ ക്വാളിഫിക്കേഷൻസ് ഒക്കെ മീറ്റ് ചെയ്യണം. അല്ലാതെ ഒന്നും അറിയാത്ത സ്പോർട്സ് ആയിട്ട് ഒരു ബന്ധമില്ലാത്ത ആൾക്ക് പോയിട്ട് മത്സരിക്കാൻ കഴിയില്ല. അത് നമ്മൾ ഓരോ രാജ്യത്ത് നിന്ന് നമുക്ക് ക്വാളിഫൈ ചെയ്ത് വരണം. ഓരോ മത്സരങ്ങളിൽ ക്വാളിഫൈ ചെയ്ത് വന്നിട്ടാണ് നമ്മൾ അതിൽ പങ്കെടുക്കാം. പക്ഷെ എല്ലാവർക്കും അതിൽ പങ്കെടുക്കാൻ പറ്റില്ല. അതായത് ഈ വികലാംഗരായിട്ടുള്ള ആൾക്കാരൊക്കെ ഇല്ലേ, ഹാൻഡികാപ്ഡ് ആയിട്ടുള്ള, ഫിസിക്കലി ബാക്ക്വേർഡ് ആയിട്ടില്ല, എന്തെങ്കിലും പ്രശ്നമുള്ള ആൾക്കാര്, കൈയിനോ കാലിനോ അങ്ങനെയൊക്കെ വികലാംഗരായിട്ടുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യും? അവരിലും നല്ല കായിക ശേഷിയുള്ള അല്ലെങ്കിൽ കായിക സ്പിരിറ്റുള്ള ആൾക്കാരുണ്ടാവും. കായികപരമായിട്ട് പലതും ചെയ്യും. നമ്മള് എന്തായിരുന്നു അയാളുടെ പേര്? നീക് നിക്കോളാസോ അങ്ങനെ എന്തോ ഒരാളുണ്ട്. അതായത് അയാൾക്ക് കൈയും കാലും ഒന്നും ഇല്ല. അതൊക്കെ കൈയും കാലൊക്കെ ജനിക്കുമ്പോഴേ ഇല്ല. പക്ഷെ അയാൾ എന്ത് ചെയ്യും? നന്നായിട്ട് ഫുട്ബോളൊക്കെ കളിക്കും. ആ രീതിയിൽ സ്പോർട്സിൽ നല്ല മുന്നിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും വികലാംഗരാണെങ്കിൽ. ഇങ്ങനത്തെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് നടത്തുന്ന ഒളിമ്പിക്സ് ആണ് എന്ത്? പാരാ ഒളിമ്പിക്സ് അല്ലെങ്കിൽ പാരാലിമ്പിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് നടത്തുക, ഇപ്പൊ നമ്മൾ വിന്റർ ഒളിമ്പിക്സ് ഒക്കെ പറഞ്ഞു 2 വർഷം കഴിഞ്ഞിട്ടാണ് നടത്തുക എന്ന് പറഞ്ഞു. പക്ഷെ ഈ പാരാ ഒളിമ്പിക്സ് നടത്തുക, ഒളിമ്പിക്സ് നടന്നത് എവിടെ വെച്ചാണോ അതേ വേദിയിൽ വെച്ച് ഈ നോർമൽ ഒളിമ്പിക്സ്, ഇപ്പം നമ്മൾ സമ്മർ ഒളിമ്പിക്സ് എന്ന് പറയുന്ന സാധാരണ ഒളിമ്പിക്സ്, വലിയ ഒളിമ്പിക്സ് കഴിഞ്ഞതിന് ശേഷം അതേ വേദിയിൽ വെച്ചിട്ടാണ് എന്ത് നടത്തുന്നത്? ഈ പാരാലിമ്പിക്സ് നടത്തുന്നത്. ഓക്കെ. അപ്പൊ അവസാനമായിട്ട് പാരാലിമ്പിക്സ് നടന്നത് എവിടെ വെച്ചിട്ടായിരിക്കും? ചൈന. ചൈനയിലാണോ അവസാന ഒളിമ്പിക്സ് നടന്നത്? ജപ്പാനിലെ ടോക്കിയോയിലാണ് അവസാനം 2021 ഒളിമ്പിക്സ് നടന്നത്. അപ്പൊ ആ വേദിയിൽ അവിടുത്തെ ഒളിമ്പിക്സ് കഴിഞ്ഞാൽ ഉടനെ പിന്നെ അവിടെ എന്താ നടക്കുക? പാരാലിമ്പിക്സ് ആണ് നടക്കുക. ദെൻ ആദ്യമായിട്ട് പാരാലിമ്പിക്സ് നടന്നത് 1960-ലാണ് ആദ്യമായിട്ട് പാരാലിമ്പിക്സ് നടക്കുന്നത്. 1960-ലെ ആദ്യ വേദി എന്ന് പറയുന്നത് ഇറ്റലിയിലെ റോമിലായിരുന്നു. അതായത് 1960-ൽ ഒളിമ്പിക്സ് നടന്നത് റോമിലാണ്. ഇറ്റലിയിലെ റോമില് ആ ഒരു ഒളിമ്പിക്സ് കഴിഞ്ഞതിന് ശേഷം അവിടെ വെച്ചിട്ട് തന്നെ എന്ത് നടന്നു? പാരാലിമ്പിക്സ് നടന്നു. ഇനി പെർഫെക്റ്റ് 10 എന്നുള്ള ഒരു വേർഡ് കേട്ടിട്ടുണ്ടോ? പെർഫെക്റ്റ് 10 എന്താണത്? പെർഫെക്റ്റ് 10 എന്താ? അത് ഒരു ചെയ്ത കാര്യം നന്നായിട്ടുണ്ട്. നന്നായിട്ടുണ്ടെന്നല്ലേ? അതായത് ജിംനാസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐറ്റം ഉണ്ട്. ജിംനാസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇവന്റ് ഒളിമ്പിക്സിൽ ഉണ്ട്. എന്താ ജിംനാസ്റ്റിക്സ് അറിയോ? കണ്ടിട്ടുണ്ടോ? ഇല്ല. ജസ്റ്റ് ഒന്ന് ഫ്രീ ആവുമ്പോ അല്ലെങ്കിൽ ക്ലാസ് കഴിഞ്ഞിട്ട് യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം എന്താണ് ജിംനാസ്റ്റിക്സ് എന്ന്. അടിപൊളിയാണ് കാണാന്. നമ്മൾ കണ്ടാൽ ഇങ്ങനെ അതിശയിച്ചു പോകും. അങ്ങനത്തെ ഒരു ഐറ്റം ആണ് സ്പോർട്സില്. ഓക്കെ. അപ്പൊ ഈ ഒരു ജിംനാസ്റ്റിക്സിൽ ആദ്യമായിട്ട് പെർഫെക്റ്റ് 10 നേടിയത്, അതായത് അതിനൊരു 10 വരെയുള്ള ഒരു പോയിന്റ് ആണ് ഉണ്ടാവുക. അതായത് നമ്മൾ അതിൽ എത്രത്തോളം പെർഫോം ചെയ്തു അത് ജഡ്ജസ് നോക്കിയിട്ട് അതിനൊരു മാർക്ക് 10ൽ സ്കോർ കൊടുക്കും. ഓക്കെ. അപ്പൊ അതുപോലെ ജിംനാസ്റ്റിക്സിൽ ആദ്യമായിട്ട് പെർഫെക്റ്റ് 10 അതായത് 10 മാർക്കും നേടിയ ആദ്യ താരം എന്ന് പറയുന്നത് നദിയ കൊമനേച്ചി ആണ്. നദിയ കൊമനേച്ചി. ജസ്റ്റ് യൂട്യൂബിൽ നദിയ കൊമനേച്ചി പെർഫെക്റ്റ് 10 നദിയ കൊമനേച്ചി എന്നൊന്ന് സെർച്ച് ചെയ്ത് നോക്കൊണ്ടു. അടിപൊളി പെർഫോമൻസ് ആണ്. നമ്മളിങ്ങനെ അതിശയിച്ചു പോകും അത് അവരുടെ ആ പെർഫോമൻസ് കണ്ടാലും. ഓക്കെ. അപ്പോ ഇവർ ഈ നദിയ കൊമനേച്ചിക്ക് ആദ്യമായിട്ട് ഈ പെർഫെക്റ്റ് 10 നേടിയത് ഏത് ഒളിമ്പിക്സിലാണ്? 1976-ലെ മോൺട്രിയൽ ഒളിമ്പിക്സിലാണ്. മോൺട്രിയലിൽ വെച്ചിട്ടാണ് 1976 ഒളിമ്പിക്സ് നടക്കുന്നത്. ഈ മോൺട്രിയൽ ഒളിമ്പിക്സിലാണ് നദിയ കൊമനേച്ചി എന്താണ് അസാധാരണമായ ആ ഒരു സംഭവം അല്ലെങ്കിൽ ആ ഒരു കഴിവ് പ്രകടിപ്പിച്ചത്. പെർഫെക്റ്റ് 10 ജിംനാസ്റ്റിക്സിൽ പെർഫെക്റ്റ് 10 നദിയ കൊമനേച്ചിയാണ് ആദ്യ താരം. ഒളിമ്പിക്സിൽ പെർഫെക്റ്റ് 10 നേടിയ ആദ്യ താരം
നദിയ കൊമനേച്ചി മോൺട്രിയൽ ഒളിമ്പിക്സ് 1976. ദെൻ ഈ ഒരു നദിയ കൊമനേച്ചി എന്ന താരത്തെ അറിയപ്പെടുന്ന പേരാണ് പ്ലാസ്റ്റിക് ഗേൾ. ഓക്കെ, പ്ലാസ്റ്റിക് ഗേൾ എന്നാണ് അവരെ അറിയപ്പെടുന്നത്. അവരുടെ ആ ഒരു പെർഫോമൻസ് കൊണ്ടാണ് ആ ഒരു പേരിൽ അറിയപ്പെടാൻ കാരണം. ദെൻ ഇത് ഒരു വനിതയാണ് അല്ലെ, നദിയ കൊമനേച്ചി എന്ന് പറയുന്നത് ഒരു വനിതയാണ്. ആദ്യമായിട്ട് പെർഫെക്റ്റ് 10 നേടിയ പുരുഷ താരം ആരെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അലക്സാണ്ടർ ഡിക്യാറ്റിൻ ആണ് ജിംനാസ്റ്റിക്സിൽ പെർഫെക്റ്റ് 10 നേടിയ ആദ്യ പുരുഷ താരം. ഓക്കെ, ദെൻ അടുത്തതായിട്ട് നമ്മൾ ഒളിമ്പിക്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കേണ്ട ഒരു പേരാണ് മൈക്കിൾ ഫെലിപ്സ്. മൈക്കിൾ ഫെലിപ്സിനെ കേട്ടിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ ഇവന്റ് ഏതാണെന്ന് അറിയോ മൈക്കിൾ ഫെലിപ്സിന്റെ? ഇല്ല. അദ്ദേഹം നീന്തൽ താരമാണ് കേട്ടോ. മൈക്കിൾ ഫെലിപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നീന്തൽ താരമാണ്. ഒരു മിനിറ്റ്, അൻഷദ് മുഹമ്മദോ? അൻഷദാണോ ഈ സംസാരിക്കണേ? ഓക്കെ. മൈക്കിൾ ഫെലിപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീന്തൽ താരമാണ്. ഒളിമ്പിക്സിൽ, അതായത് ഒളിമ്പിക്സ് ചരിത്രത്തിലെ ഏറ്റവും അധികം സ്വർണം നേടിയിട്ടുള്ള താരമാണ് ആര്? മൈക്കിൾ ഫെലിപ്സ്. ഓക്കെ, അദ്ദേഹത്തിന് എത്ര സ്വർണം നേടി? 23 സ്വർണ്ണ മെഡലുകളാണ് മൈക്കിൾ ഫെലിപ്സ് ഒളിമ്പിക്സിൽ നേടിയത്. അതായത് ഇതുവരെയുള്ള ഒളിമ്പിക്സിൽ 23 സ്വർണമാണ് മൈക്കിൾ ഫെലിപ്സ് ഒളിമ്പിക്സിലൂടെ നേടിയത്. നീന്തൽ താരമാണ്. ദെൻ ഏറ്റവും അധികം മെഡൽ നേടിയിട്ടുള്ള ആൾ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിലും ആരാണ്? മൈക്കിൾ ഫെലിപ്സ് ആണ്. അദ്ദേഹം 28 മെഡലാണ് നേടിയത്. അതിൽ 23 എന്തായിരുന്നു? സ്വർണ്ണ മെഡലായിരുന്നു. ബാക്കിയുള്ളത് വെള്ളി അല്ലെങ്കിൽ വെങ്കലമായിരിക്കും. ഓക്കെ, 28 മെഡൽ നേടിയതിൽ 23 സ്വർണ്ണ മെഡലാണ്. അപ്പൊ മൈക്കിൾ ഫെലിപ്സ് ആണ് ഒളിമ്പിക്സിൽ ഏറ്റവും അധികം സ്വർണം നേടിയ വ്യക്തി. ദെൻ ഓസ്കാർ പിസ്റ്റോറിയസ് എന്ന് പറഞ്ഞിട്ടുള്ളത് അടുത്ത ഒരാളാണ് ഒളിമ്പിക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള. ഇപ്പൊ നമ്മൾ പറഞ്ഞ മൈക്കിൾ ഫെലിപ്സ് ഏറ്റവും അധികം സ്വർണം നേടിയത്. ദെൻ ഓസ്കാർ പിസ്റ്റോറിയസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹം ഒളിമ്പിക്സിൽ പങ്കെടുത്തത് കൃത്രിമ കാലുകളുടെ സഹായത്തോടെ ഒളിമ്പിക്സിൽ പങ്കെടുത്ത വ്യക്തിയാണ് ആര്? ഓസ്കാർ പിസ്റ്റോറിയസ് എന്ന് പറയുന്നത്. പിന്നെ അദ്ദേഹത്തെ അറിയപ്പെടുന്ന പേരാണ് ബ്ലേഡ് റണ്ണർ. അദ്ദേഹം വളരെയധികം പാരാലിമ്പിക്സിലാണ് അദ്ദേഹം പങ്കെടുക്കുന്നത്. അതായത് പാരാലിമ്പിക്സ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു വികലാംഗർക്കുള്ളതാണെന്ന്. അദ്ദേഹത്തിന്റെ കാലില്ലാത്തത് കൊണ്ട് കൃത്രിമ കാല് വെച്ചിട്ട് കൃത്രിമ കാലുകളുടെ സഹായത്തോടെയാണ് അദ്ദേഹം ഒളിമ്പിക്സിൽ പങ്കെടുത്തത്. പേര് ഓസ്കാർ പിസ്റ്റോറിയസ്. ബ്ലേഡ് റണ്ണർ എന്നാണ് അദ്ദേഹത്തിന്റെ ഓട്ടം കാരണം അദ്ദേഹത്തെ അറിയപ്പെടുന്ന ഒരു പേരാണ് ബ്ലേഡ് റണ്ണർ എന്നറിയപ്പെടുന്നത്. അപ്പൊ ബ്ലേഡ് റണ്ണർ എന്നറിയപ്പെടുന്നത് ആരെയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓസ്കാർ പിസ്റ്റോറിയസ്. അദ്ദേഹത്തെ പിന്നെ ഒരു കൊലപാതക കേസിൽ ശിക്ഷിക്കപ്പെടുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തെ ശിക്ഷിക്കപ്പെട്ടു. ദെൻ ഒളിമ്പിക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒളിമ്പിക്സിലെ ഏറ്റവും ദൈർഘ്യമേറിയ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സമയമെടുക്കുന്ന മത്സരം എന്ന് പറയുന്നത് റേസ് വാക്കിംഗ് ആണ്. ദെൻ ഒളിമ്പിക്സിന്റെ വേദിയായ ആദ്യ ഏഷ്യൻ നഗരം ടോക്കിയോ ആണ്. ഒളിമ്പിക്സ് ആദ്യം നടന്നത് ഏതൻസ് ഗ്രീസിലാണ് അല്ലെ? ഏഷ്യൻ ആണോ? അല്ല. രണ്ടാമത് നടന്നത് പാരീസ് ഫ്രാൻസിലാണ്. അത് ഏഷ്യൻ ആണോ? അല്ല. ഇങ്ങനെ ആദ്യമൊന്നും എവിടെയല്ല, ഏഷ്യൻ നഗരങ്ങളിൽ നടന്നിട്ടില്ല. ആദ്യമായിട്ട് ഒരു ഏഷ്യൻ നഗരം ഒളിമ്പിക്സ് നടക്കുന്നത് ടോക്കിയോയിലാണ്. അത് ഏത് വർഷമായിരിക്കും? ടോക്കിയോയിൽ എന്നാണ് ആദ്യമായിട്ട് ഒളിമ്പിക്സ് നടന്നത്? 1964 ഓക്കെ. എന്നാണ് എന്ത് ചെയ്യുന്നത്? ഇന്ത്യയിൽ ആദ്യമായിട്ട് ദീപശിഖ പ്രയാണം നടത്തിയത് ഈ ടോക്കിയോ ഒളിമ്പിക്സിന്റെ ഭാഗമായിട്ടാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഒളിമ്പിക്സും ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യയുടെ നേട്ടങ്ങൾ, ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ പെർഫോമൻസിനെ കുറിച്ചാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. ഇന്ത്യ ആദ്യമായി പങ്കെടുത്തത് ഏത് ഒളിമ്പിക്സിലാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 1900-ലാണ് ഇന്ത്യ പങ്കെടുക്കുന്നത്. അതായത് ആധുനിക ഒളിമ്പിക്സ് 1896 തുടങ്ങിയിട്ടുണ്ട്. ആദ്യം ഏതൻസിൽ നടന്നു. അന്ന് ഇന്ത്യ പങ്കെടുത്തിട്ടില്ല. ഇന്ത്യ രണ്ടാമത്തെ ഒളിമ്പിക്സ് മത്സരത്തിലാണ് പങ്കെടുത്തത് 1900. ഇന്ത്യയിൽ നിന്ന് 2 വെള്ളി മെഡൽ നേടിയ വ്യക്തി.
ഓക്കെ. ഒളിമ്പിക്സിൽ ഇന്ത്യയിൽ നിന്ന് 2 വെള്ളി മെഡൽ നേടിയ ഒരു വ്യക്തിയുണ്ട്. അതാരാണ്? നോർമൻ പിച്ചാർഡ് ആണ്. നോർമൻ പ്രിച്ചാർഡ്. ദെൻ ഇദ്ദേഹം, ആ പേര് കേട്ടാൽ അറിയാം, ഒരു ഇന്ത്യൻ ടച്ച് ഉള്ള പേരല്ലല്ലോ. അദ്ദേഹം എന്താണ്? ഒരു ബ്രിട്ടീഷ് ഇന്ത്യൻ ആയിട്ടുള്ള ആളാണ്. ബ്രിട്ടീഷ് ഇന്ത്യൻ ആയിട്ടുള്ള ആളാണ്. അതായത് മൊത്തത്തിൽ ഇന്ത്യക്കാരനല്ല. അദ്ദേഹത്തിന്റെ ഒരു ഹെറിഡിറ്ററി ആയിട്ടുള്ള മീൻസ് പാരമ്പര്യം നോക്കുമ്പോൾ അദ്ദേഹം ഒരു ബ്രിട്ടീഷ് ഇന്ത്യൻ ആണ്. ദെൻ അദ്ദേഹം എന്താണ് നേടിയെന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ഇന്ത്യയുടെ ടീമിൽ ഉണ്ടായിരുന്നു. ഇന്ത്യക്ക് വേണ്ടിയിട്ട് 2 വെള്ളി മെഡൽ നേടി. ഇനി ഇന്ത്യ വെള്ളി മെഡൽ നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആര് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നോർമൻ പ്രിച്ചാർഡ് എഴുതാൻ പറ്റുമോ? അദ്ദേഹം ഇന്ത്യക്കാരനാണോ? അല്ല. അല്ല. അപ്പൊ വെള്ളി മെഡൽ നേടിയിട്ടുള്ള ആദ്യ ഇന്ത്യക്കാരൻ ആരെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേരാണ്. ഈ പേര് എന്തായാലും ഓർത്ത് വെക്കുക. അതാരാണ്? രാജ്യവർദ്ധൻ സിംഗ് റാത്തോർ. വർദ്ധൻ സിംഗ് റാത്തോർ. ഇത് കേൾക്കുമ്പോ ഒരു ഇന്ത്യൻ ടച്ച് ഉണ്ട് അല്ലേ ഈ പേര്? അപ്പൊ രാജ്യവർദ്ധൻ സിംഗ് റാത്തോർ ആണ് ആദ്യമായിട്ട് വെള്ളി മെഡൽ നേടിയത്. സ്വർണ്ണ മെഡൽ അല്ല നമ്മൾ പറയുന്നത്. സ്വർണ്ണ മെഡലിന്റെ കാര്യം വരും, അപ്പം അതിനെ കുറിച്ച് പറയാം. വെള്ളി മെഡൽ ഇന്ത്യയില് ആദ്യമായിട്ട് നേടിയ വെള്ളി മെഡൽ നേടിയ ഇന്ത്യക്കാരൻ രാജ്യവർദ്ധൻ സിംഗ് റാത്തോർ ആണ്. 2004 ഏതൻസില് 1986 1896 അതുപോലെ 2004 2 പ്രാവശ്യം ഒളിമ്പിക്സ് നടന്നിട്ടുണ്ട്. അതിൽ 2004 എന്ത് ചെയ്യുന്നത്? രാജ്യവർദ്ധൻ സിംഗ് റാത്തോറിന് വെള്ളി മെഡൽ കിട്ടുന്നത്. എന്തിനാ കിട്ടിയത്? ഫോർ ഷൂട്ടിംഗ്. അദ്ദേഹത്തിന്റെ ഐറ്റം ഏതാണ്? ഷൂട്ടിംഗ് ആണ്. 2004 ഏതൻസ് ഒളിമ്പിക്സിൽ ഷൂട്ടിങ്ങിന് വെള്ളി മെഡൽ നേടിയ ആദ്യ ഇന്ത്യക്കാരനാണ് രാജ്യവർദ്ധൻ സിംഗ് റാത്തോർ. ഇനി ഇദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യയുടെ കായിക താരമായ ആദ്യ കായിക മന്ത്രി. അതായത് ഇന്ത്യക്ക് കായിക മന്ത്രി ഉണ്ടാവുമല്ലോ, ഈ കായിക മന്ത്രി ആയ ആദ്യത്തെ കായിക താരം എന്നറിയപ്പെടുന്നത് ആരാണ്? രാജ്യവർദ്ധൻ സിംഗ് റാത്തോർ ആണ്. അദ്ദേഹം ഒരു കായിക താരമാണ്. അദ്ദേഹം എന്തായി? ഇന്ത്യയുടെ കായിക മന്ത്രി ആവുകയും ചെയ്തു. ആദ്യത്തെ കായിക മന്ത്രി അല്ല. കായിക മന്ത്രി എങ്ങനെ? കായിക മന്ത്രി പറഞ്ഞ സ്പോർട്സ് മിനിസ്റ്റർ, വിദ്യാഭ്യാസ മന്ത്രി ഇല്ലേ? മുഖ്യമന്ത്രി ഇല്ലേ? അതേപോലെ പ്രധാനമന്ത്രി ഇല്ലേ? അതേപോലെ ഒരു മന്ത്രി പോസ്റ്റ് ആണ് എന്ത്? കായിക മന്ത്രി, സ്പോർട്സ് മിനിസ്റ്റർ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ കായിക മന്ത്രി വേറെ ആളാണ്. ഇന്ത്യയുടെ കായിക താരമായ ആദ്യത്തെ കായിക മന്ത്രി. ഓക്കെ. അതായത് ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ ഒരു കായിക മന്ത്രി ആവാം, പക്ഷെ ഞാൻ എന്തല്ല? ഒരു സ്പോർട്സ് അല്ല, സ്പോർട്സ് സ്റ്റാർ അല്ല, കായിക താരമല്ല. പക്ഷെ കായിക താരമായിട്ടുള്ള ഒരാള് ഇന്ത്യയിൽ കായിക മന്ത്രി ആയിട്ടുണ്ട്. അങ്ങനെ ആദ്യമായിട്ട് കായിക മന്ത്രിയായ വ്യക്തിയാണ് ആര്? രാജ്യവർദ്ധൻ സിംഗ് റാത്തോർ എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു കായിക താരമാണ് അല്ലെ? വെള്ളി മെഡൽ നേടി, ഇന്ത്യക്ക് ആദ്യമായിട്ട് വെള്ളി മെഡൽ നേടി. അദ്ദേഹം ഒരു കായിക താരമാണ്. അദ്ദേഹം കായിക മന്ത്രി ആവുകയും ചെയ്തു. ഓക്കെ. അപ്പൊ ഇന്ത്യയുടെ കായിക മന്ത്രിയായ ആദ്യ കായിക താരം ആരെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ രാജ്യവർദ്ധൻ സിംഗ് റാത്തോർ. അപ്പൊ നമ്മൾ ഇവിടെ നിന്നാണ് പോയത് അല്ലെ? അതായത് ഇന്ത്യയിൽ 2 വെള്ളി മെഡൽ നേടിക്കൊടുത്തത് നോർമൻ പ്രിച്ചാർഡ് ആണ്. ദെൻ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ, നമ്മൾ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി പറഞ്ഞു അല്ലെ? ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി IOC എന്ന് പറയുന്നത് മൊത്തത്തില് ഉള്ള ഒളിമ്പിക്സിന്റെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാനുള്ള കമ്മിറ്റി എന്ന് പറഞ്ഞു. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയില്, അതായത് ഇന്ത്യയിലെ ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാവില്ലേ? അതായത് ഒളിമ്പിക്സ് എവിടെയാണ്? ഇപ്പൊ 2020 ടോക്കിയോയിലാണ് ഒളിമ്പിക്സ് നടന്നതെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ എന്താണ്? ഇന്ത്യയിലെ കുറെ ആൾക്കാർ ഒളിമ്പിക്സിലേക്ക് മത്സരിക്കാൻ പോകുന്നുണ്ട്. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഇന്ത്യയിൽ ഒരു ഓർഗനൈസേഷൻ വേണ്ടേ? ആ കമ്മിറ്റിയാണ് എന്ത്? ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ എന്ന് പറയുന്നത്. അതായത് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒളിമ്പിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇന്ത്യക്കാരുടെ അല്ലെങ്കിൽ ഇന്ത്യയിലെ വ്യക്തികളെയും സ്ഥാപനങ്ങളെയും ഒക്കെ നിയന്ത്രിക്കാനും മറ്റുള്ള ഒരു ഓർഗനൈസേഷൻ, ഒരു കമ്മിറ്റിയാണ് ഇന്ത്യൻ ഒളിമ്പിക് കമ്മിറ്റി എന്ന് പറയുന്നത്. ഇന്ത്യൻ ഒളിമ്പിക് കമ്മിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് രൂപം കൊണ്ടത് 1927 അപ്പൊ ആദ്യമായിട്ട് 1900 ഇന്ത്യ എന്ത് ചെയ്തിട്ടുണ്ട്? ഒളിമ്പിക്സിൽ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും എന്തില്ല? ഇന്ത്യക്ക് ഒരു ഒളിമ്പിക് അസോസിയേഷൻ ഒന്നുമില്ല. 1927 ആവുമ്പോഴാണ് ഇന്ത്യക്ക് എന്ത് ചെയ്യുന്ന ഒരു ഒളിമ്പിക് അസോസിയേഷൻ ഉണ്ടാവുന്നത്. ഇനി അതിന്റെ
ആദ്യത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത് നമ്മൾ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു അതിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? അതിന്റെ ആദ്യത്തെ പ്രസിഡന്റ് മാറിപ്പോകരുത് എന്ന് പറഞ്ഞിരുന്നു. പിയറി കുബർട്ടിൻ അല്ല, ആരാണ്? ദിമിത്രിയസ് വിഗേലസ് ആണ് ആദ്യത്തെ പ്രസിഡന്റ്. രണ്ടാമത്തെ പ്രസിഡന്റ് ആയിരുന്നു ആര്? പിയറി ഡി കുബർട്ടിൻ. അത് ഇന്റർനാഷണൽ, അന്താരാഷ്ട്ര കമ്മിറ്റിയാണത്. ഇന്ത്യയിലുള്ള കമ്മിറ്റിയാണ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ. അതിന്റെ ആദ്യത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത് സർ ദൊറാർജി ടാറ്റയാണ്. ദൊറാർജി ടാറ്റ. ഇപ്പോഴത്തെ ഒളിമ്പിക് അസോസിയേഷന്റെ ഇന്ത്യയിലെ പ്രസിഡന്റ് ആരാണ്? നരീന്ദ്ര ധ്രുവ് ബത്ര. നരീന്ദർ ധ്രുവ് ബത്രയാണ് ഇപ്പോഴത്തെ ഒളിമ്പിക് അസോസിയേഷന്റെ ഇന്ത്യയിലെ പ്രസിഡന്റ് കേട്ടോ. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ്. ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരായിരുന്നു? ഓർക്കുന്നുണ്ടോ? തോമസ് ബാച്ച് ആണ് കേട്ടോ ഇപ്പോഴത്തെ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റ്. തോമസ് ബാച്ച്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് നരീന്ദർ ധ്രുവ് ബത്രയാണ്. അപ്പൊ അത് ഓർത്തു വെക്കുക. അതായത് ഒളിമ്പിക്സിൽ ഇന്ത്യ ആദ്യമായിട്ട് പങ്കെടുത്തത് 1900-ലാണ്. പക്ഷെ ഇന്ത്യക്ക് ഒളിമ്പിക് അസോസിയേഷൻ രൂപം കൊണ്ടത് എന്നാണ്? 1927-ലാണ്. ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് ഇന്ത്യക്ക് 2 വെള്ളി മെഡലൊക്കെ നേടിക്കൊടുത്തത് നോർമൻ പ്രിച്ചാർഡ് ആണ്. പക്ഷെ അദ്ദേഹം ഇന്ത്യക്കാരനല്ല, ഒരു ബ്രിട്ടീഷ് ഇന്ത്യൻ ആയിരുന്നു. ആദ്യമായിട്ട് ഇന്ത്യക്ക് വെള്ളി മെഡൽ നേടിക്കൊടുത്തിയത് രാജ്യവർദ്ധൻ സിംഗ് റാത്തോർ ആണ്. 2004-ലെ ഏതൻസിലെ ഒളിമ്പിക്സിലാണ് അദ്ദേഹത്തിന് വെള്ളി മെഡൽ കിട്ടിയത്. ഷൂട്ടിങ്ങിനാണ് കിട്ടിയത്. ഇന്ത്യയുടെ കായിക മന്ത്രിയായ ആദ്യ കായിക താരമാണ് രാജ്യവർദ്ധൻ സിംഗ് റാത്തോർ എന്ന് പറയുന്നത്. ദെൻ നമ്മള് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷനെ കുറിച്ച് പറഞ്ഞു. അതിന്റെ ആദ്യത്തെ പ്രസിഡന്റ് സർ ദൊറാർജി ടാറ്റ ആയിരുന്നു. 1927-ലാണ് രൂപം കൊണ്ടത്. ഇപ്പോഴത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത് നരീന്ദർ ധ്രുവ ബത്രയാണ്. ദെൻ ആദ്യമായിട്ട് ഇന്ത്യ സ്വർണം നേടിയത്. ഇന്ത്യ ഒളിമ്പിക്സിലൊക്കെ 1900-ൽ പങ്കെടുക്കാനൊക്കെ പോയി. പക്ഷെ അന്നൊന്നും ഇന്ത്യക്ക് സ്വർണ്ണമൊന്നും കിട്ടിയിരുന്നില്ല. ഇന്ത്യക്ക് സ്വർണം കിട്ടിയത് 1928-ലാണ് കേട്ടോ. 28-ലാണ് സ്വർണം കിട്ടിയത്. 28-ലെ ഒളിമ്പിക്സ് എവിടെയായിരുന്നു? ആംസ്റ്റർഡാമിലാണ് 28-ലെ ഒളിമ്പിക്സ് നടന്നത്. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിരുന്നത്? ആംസ്റ്റർഡാം. അതിലാണ് ആദ്യമായിട്ട് ഒളിമ്പിക്സ് ദീപം തെളിയിച്ചത്. 1928-ലെ ആംസ്റ്റർഡാം ഒളിമ്പിക്സിലാണ് ആദ്യമായിട്ട് ഒളിമ്പിക്സിൽ ദീപം തെളിയിച്ചത്. ആ ഒളിമ്പിക്സിലാണ് എന്ത് ചെയ്യുന്നത്? ഇന്ത്യ ആദ്യമായിട്ട് സ്വർണം നേടുന്നത്. അപ്പൊ ഇന്ത്യക്ക് എന്തിനാണ് സ്വർണം കിട്ടിയത്? ഹോക്കി എന്ന ഗെയിമിലാണ്, അല്ലെങ്കിൽ ഹോക്കി എന്ന സ്പോർട്സ് ഗെയിമിലാണ് എന്ത് ചെയ്യുന്നത്? ഇന്ത്യക്ക് സ്വർണം കിട്ടുന്നത്. അന്നത്തെ ഹോക്കി ടീമിന്റെ 1928-ലെ ആംസ്റ്റർഡാം ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റൻ ആരായിരുന്നു? ജയ്പാൽ സിംഗ് ആയിരുന്നു ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റൻ. ദെൻ ഇതുവരെ, അതായത് ഇന്ത്യയുടെ ദേശീയ ഗെയിം എന്നറിയപ്പെടുന്നതാണ് ഹോക്കി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദെൻ ഹോക്കിയിൽ ഇന്ത്യക്ക് ഇതുവരെ 8 സ്വർണങ്ങളാണ് ഇന്ത്യ നേടിയത്. ഇതുവരെ ഇന്ത്യയില് ഹോക്കിയിൽ എത്ര സ്വർണങ്ങൾ നേടി? ഒളിമ്പിക്സിൽ 8 സ്വർണങ്ങൾ ഇന്ത്യ നേടിയിട്ടുണ്ട്. അപ്പൊ ആ വർഷങ്ങൾ അത്ര ഇമ്പോർട്ടന്റ് ഒന്നും അല്ല, ഞാൻ ജസ്റ്റ് നോട്ട് ചെയ്തേ ഉള്ളൂ. ആദ്യമായിട്ട് നമ്മൾ പറഞ്ഞു 1928-ലാണ് കിട്ടിയെന്ന് പറഞ്ഞു. എവിടെ? ആംസ്റ്റർഡാം ഒളിമ്പിക്സിലാണ് ആദ്യമായിട്ട് ഇന്ത്യക്ക് സ്വർണം കിട്ടിയത്. അതിന്റെ ടീം ക്യാപ്റ്റൻ ആരായിരുന്നു? ജയ്പാൽ സിംഗ് ആയിരുന്നു. ദെൻ അവസാനമായിട്ട് കിട്ടിയത് എന്നാണ്? 1980-ലാണ് ഹോക്കിക്ക് സ്വർണം കിട്ടിയത്. 1980-ന് ശേഷം കിട്ടിയിട്ടില്ല. 1980-ൽ മോസ്കോയിൽ വെച്ചിട്ടാണ് എന്ത് നടക്കുന്നത്? ഒളിമ്പിക്സ് നടക്കുന്നത്. സ്വതന്ത്ര ഇന്ത്യയിൽ ഒളിമ്പിക്സിൽ ആദ്യ വ്യക്തിഗത മെഡൽ നേടിയത്. വ്യക്തിഗത മെഡൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിംഗിൾ, അതായത് നമ്മൾ ഓരോ ഇവന്റുകൾ ഗ്രൂപ്പ് ആയിട്ടുള്ള ഐറ്റം ഉണ്ടാവും, സിംഗിൾ ആയിട്ടുള്ള. ഇപ്പൊ ഹോക്കി ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പ് ആയിട്ടുള്ളതുണ്ട്. ഗ്രൂപ്പ് ആയിട്ടുള്ള ഗെയിമാണ്. ദെൻ അത്ലറ്റിക്സ്, ഇപ്പൊ 100 മീറ്റർ റേസ്, 200 മീറ്റർ റേസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? അതൊക്കെ ഒരു സിംഗിൾ, ഒറ്റ ആള് പങ്കെടുക്കുന്ന ഇതാണ് അല്ലെ. അതിപ്പോ ടെന്നീസ് ഡബിൾസ് ഉണ്ട് അല്ലെ, 2 ആൾ ചേർന്നിട്ട് ടെന്നീസ് കളിക്കലുണ്ട്. പക്ഷെ വ്യക്തിഗത ഇനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരാൾ ഒറ്റക്ക് കളിക്കുന്ന ഇനങ്ങളാണ് വ്യക്തിഗത ഇനങ്ങൾ. അപ്പൊ സ്വതന്ത്ര ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം നടന്ന ഒളിമ്പിക്സുകളിൽ ആദ്യമായിട്ട് ഒരു വ്യക്തിഗത മെഡൽ നേടിയ ആളുടെ പേരാണ് പറയുന്നത് KD ജാദവ് ആണ്. 1952.
1952 സ്വതന്ത്ര ഇന്ത്യയിൽ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം ആദ്യമായിട്ട് വ്യക്തിഗത മെഡൽ കിട്ടുന്ന 1952 ആർക്കാണ് കിട്ടിയത്? KD ജാദവിന്. അദ്ദേഹത്തിന്റെ ഐറ്റം ഏതാണ്? ഗുസ്തി. ഗുസ്തിയിലാണ് KD ജാദവിന് വ്യക്തിഗത മെഡൽ കിട്ടിയത്. ഏത് മെഡലാ കിട്ടിയത്? വെങ്കലം. അതായത് തേർഡ് പ്രൈസ്. ഫസ്റ്റ് പ്രൈസിന് ഗോൾഡ്, സെക്കൻഡിന് സിൽവർ, തേർഡിന് വെങ്കലം. അപ്പൊ തേർഡാണ് അദ്ദേഹത്തിന് ഗുസ്തിയിൽ കിട്ടിയത് 1952 ഒളിമ്പിക്സിൽ. ടെന്നീസിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യക്കാരൻ. ടെന്നീസ് എന്ന ഐറ്റത്തില് ആദ്യമായിട്ട് മെഡൽ നേടിയ ഇന്ത്യക്കാരൻ ആരാണ്? ലിയാണ്ടർ പേസ് ആണ്. ലിയാണ്ടർ പേസ് 1996 ഇന്ത്യക്ക് ടെന്നീസിൽ ആദ്യം മെഡൽ കിട്ടുന്നത്. അതും തേർഡ് പ്രൈസ് ആണ്, വെങ്കലാണ് കിട്ടിയത്. ലിയാണ്ടർ പേസ് ആണ് ടെന്നീസ്. ഇപ്പൊ ക്വസ്റ്റ്യൻ ചിലപ്പോ ഇങ്ങനെയായിരിക്കും ചോദിക്കുക, ചുവടെ തന്നിരിക്കുന്ന ലിയാണ്ടർ പേസ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എന്നിട്ട് എന്ത് കൊടുത്തിട്ടുണ്ടാവും? ഗുസ്തി, ടെന്നീസ്, ഹോക്കി എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ഏതാണ് ലിയാണ്ടർ പേസിന്റെ ഐറ്റം? ടെന്നീസ് ആണെന്ന് ഓർത്ത് വെക്കുക. ഓക്കെ. അപ്പൊ ഇങ്ങനെ ഓരോ കാര്യം പഠിക്കുമ്പോൾ അതിന് നമ്മൾ തന്നെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കി നമ്മളോട് തന്നെ ചോദിച്ച് ക്വസ്റ്റ്യൻ ഉണ്ടാക്കി പഠിക്കാം. അപ്പൊ നമുക്ക് കൂടുതൽ ഇങ്ങനെ കണക്ട് ചെയ്ത് റിലേറ്റ് ചെയ്തുകൊണ്ട് പഠിച്ചു വെക്കാൻ പറ്റും. അപ്പൊ സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായിട്ട് വ്യക്തിഗത മെഡൽ നേടിയ KD ജാദവ് ആണ്. 1952 ഗുസ്തിക്ക് വെങ്കലം കിട്ടി. ടെന്നീസില് വെങ്കലം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ലിയാണ്ടർ പേസ് ആണ്. 1996 അറ്റ്ലാന്റ ഒളിമ്പിക്സിലാണ് ലിയാണ്ടർ പേസിന് ടെന്നീസിൽ വെങ്കലം കിട്ടിയത്. ദെൻ ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യ വനിത. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഒളിമ്പിക്സിൽ മെഡൽ കിട്ടിയ ആദ്യ വനിത ആരാണ്? ഇന്ത്യൻ വനിതയാണ് കേട്ടോ ഉദ്ദേശിച്ചത്. ഇപ്പൊ നമ്മൾ ഇന്ത്യയുടെ കാര്യമാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ ഒളിമ്പിക്സിലെ നേട്ടങ്ങളാണ് പറയുന്നത്. അപ്പൊ ഒളിമ്പിക്സിൽ മെഡൽ കിട്ടിയ ആദ്യ ഇന്ത്യൻ വനിത കർണം മല്ലേശ്വരിയാണ്. കർണം മല്ലേശ്വരി. അപ്പൊ കർണം മല്ലേശ്വരിക്ക് കിട്ടിയത് 2000 സിഡ്നി ഒളിമ്പിക്സിലാണ്. 2000 സിഡ്നി ഒളിമ്പിക്സ് നേരത്തെ നമ്മൾ പറഞ്ഞു ജലത്തിനടിയിലൂടെ ദീപശിഖ പ്രയാണം നടത്തിയ ഒളിമ്പിക്സ് ആണ് 2000 സിഡ്നി ഒളിമ്പിക്സ്. കർണം മല്ലേശ്വരി ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിതയാണ്. അപ്പൊ വെയിറ്റ് ലിഫ്റ്റിങ്ങിനാണ് കർണം മല്ലേശ്വരിക്ക് എന്ത് കിട്ടിയത്? മെഡൽ കിട്ടിയത്. ഇനി വെള്ളി മെഡൽ നേടിയത് നമ്മൾ നേരത്തെ പറഞ്ഞു രാജ്യവർദ്ധൻ സിംഗ് റാത്തോറിനാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് വെള്ളി മെഡൽ നേടിയത് 2004 ഏതൻസിലെ ഒളിമ്പിക്സിലാണ് അദ്ദേഹത്തിന് അത് കിട്ടിയത്. ദെൻ എന്താണ്? അദ്ദേഹം കായിക താരമായ കായിക മന്ത്രിയാണ്. ഷൂട്ടിംഗ് ആയിരുന്നു അദ്ദേഹത്തിന്റെ ഐറ്റം. ദെൻ വ്യക്തിഗത ഇനത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ ഇന്ത്യക്കാരൻ. നമ്മൾ ഇവിടെ പറഞ്ഞത് എന്താണ്? സ്വതന്ത്ര ഇന്ത്യയിലെ വ്യക്തിഗത ഇനത്തില് ആദ്യ മെഡൽ നേടിയത് KD ജാദവ്. അത് സ്വർണ്ണ, അതെന്താണ്? വെങ്കലമാണ്. ഓക്കെ, അത് വെങ്കലം പറഞ്ഞാല് ബ്രോൺസ്. അതായത് സ്വർണ്ണം വെള്ളി കഴിഞ്ഞ മൂന്നാമത്തെ സ്ഥാനക്കാർക്കുള്ള മെഡലാണ് വെങ്കല മെഡൽ. അതൊരു ലോഹമാണ്, മെറ്റലാണ്. അതായത് സ്വർണത്തിനാണ് ഏറ്റവും മൂല്യമുള്ളത്, പിന്നെ സിൽവറിനാണ്, അത് കഴിഞ്ഞിട്ടുള്ളതാണ് വെങ്കലം. ഓക്കെ. ദെൻ ഇന്ത്യയുടെ കായിക താരമായ ആദ്യ കായിക മന്ത്രിയാണ് രാജ്യവർദ്ധൻ സിംഗ് റാത്തോർ എന്ന് പറഞ്ഞു. വ്യക്തിഗത ഇനത്തില് സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായിട്ട് മെഡൽ നേടിയത് KD ജാദവ് ആണ്. വ്യക്തിഗത ഇനത്തിൽ സ്വർണ്ണ മെഡൽ നേടിയത് KD ജാദവിന് കിട്ടിയത് വെങ്കലമായിരുന്നു 1952. വ്യക്തിഗത ഇനത്തിൽ ആദ്യം സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയ ഇന്ത്യക്കാരനാണ് അഭിനവ് ബിന്ദ്ര. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അഭിനവ് ബിന്ദ്ര എന്ന് പറയുന്നത് ഇന്ത്യയില് സ്വർണ്ണ മെഡൽ കിട്ടിയ ആദ്യ ഇന്ത്യക്കാരൻ, സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ് ഒളിമ്പിക്സില്? അഭിനവ് ബിന്ദ്ര. അഭിനവ് ബിന്ദ്രക്ക് 2008 ബെയ്ജിങ്ങിൽ 2008 ബെയ്ജിങ്ങിൽ വെച്ച് നടന്ന ഒളിമ്പിക്സിലാണ് അഭിനവ് ബിന്ദ്രക്ക് സ്വർണ്ണ മെഡൽ കിട്ടിയത്. അദ്ദേഹത്തിന്റെ ഐറ്റം എന്തായിരുന്നു? ഷൂട്ടിംഗ് ആയിരുന്നു. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറയാം. അതായത് ഇന്ത്യയും ഒളിമ്പിക്സിന്റെ ഇന്ത്യയിലെ നേട്ടങ്ങളാണ്. ഇന്ത്യ ആദ്യമായി പങ്കെടുത്തത് 1900 ഇന്ത്യയിൽ നിന്ന് 2 വെള്ളി മെഡൽ നേടിയത് നോർമൻ പ്രിച്ചാർഡ്. അദ്ദേഹം ഒരു ബ്രിട്ടീഷ് ഇന്ത്യൻ ആയിരുന്നു. ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് വെള്ളി മെഡൽ നേടിയ ഇന്ത്യക്കാരൻ രാജ്യവർദ്ധൻ സിംഗ് റാത്തോർ ആണ്. 2004 ഏതൻസിൽ വെച്ചിട്ട് നടന്ന ഒളിമ്പിക്സിലാണ് അദ്ദേഹത്തിന് വെള്ളി കിട്ടിയത്. ഷൂട്ടിങ്ങിനായിരുന്നു അദ്ദേഹത്തിന് വെള്ളി കിട്ടിയത്. ദെൻ ഒളിമ്പിക് അദ്ദേഹം കായിക മന്ത്രി കൂടെ ആയിരുന്നു. ദെൻ ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ ആണ് ഇന്ത്യയിലെ ഒളിമ്പിക്സിന്റെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നത്. അത് 1927 അത് നിലവിൽ വന്നത്. ദെൻ അതിന്റെ ആദ്യത്തെ പ്രസിഡന്റ് സർ ദൊറാർജി ടാറ്റ ആയിരുന്നു. ഇപ്പോഴത്തെ പ്രസിഡന്റ് നരീന്ദർ ധ്രുവ ബത്രയാണ്. ദെൻ ആദ്യമായിട്ട് ഇന്ത്യ സ്വർണം നേടിയത് 1928 ആംസ്റ്റർഡാമിലാണ്. ആദ്യമായിട്ട് സ്വർണം നേടിയത് എന്തിനായിരുന്നു? ഹോക്കിക്കായിരുന്നു. അതൊരു ടീമാണ് അല്ലെ?
ഓക്കെ. ആ അതൊരു ടീമായിട്ടുള്ള ഇവന്റ് ആണ്. ആദ്യമായിട്ട് വ്യക്തിഗത സ്വർണം നേടിയത് ആരാണ്? അഭിനവ് ബിന്ദ്രയാണ് ആദ്യമായിട്ട് ഒരാൾക്ക് സ്വർണം കിട്ടിയത് ഒളിമ്പിക്സില്. ഇന്ത്യയില് ഒരാൾക്ക് സ്വർണം കിട്ടിയത് ആദ്യമായിട്ട് അഭിനവ് ബിന്ദ്രക്കാണ്. ഒരു ഇവന്റ് ആദ്യമായിട്ട് സ്വർണം കിട്ടിയ ഇവന്റ് എന്ന് പറയുന്നത് എന്താണ്? ഹോക്കിയാണ്. അത് 1928 ഹോക്കിക്ക് കിട്ടിയത്. അഭിനവ് ബിന്ദ്രക്ക് 2008 ബെയ്ജിങ് ഒളിമ്പിക്സ് എന്നാണ് കിട്ടിയത്. 1928 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആംസ്റ്റർഡാം ഒളിമ്പിക്സ് ആണ്. ദെൻ അന്നത്തെ ടീമിന്റെ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റൻ ജയ്പാൽ സിംഗ് ആയിരുന്നു. ദെൻ സ്വതന്ത്ര ഇന്ത്യയില് വ്യക്തിഗത മെഡൽ നേടിയത് KD ജാദവ് ആണ് 1952 ഗുസ്തി. ദെൻ ടെന്നീസ് ലിയാണ്ടർ പേസിനാണ് ആദ്യ ഇന്ത്യക്കാരൻ മെഡൽ കിട്ടിയത്. ടെന്നീസിൽ മെഡൽ കിട്ടിയ ആദ്യ ഇന്ത്യക്കാരൻ ലിയാണ്ടർ പേസ്. ദെൻ ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത കർണ മല്ലേശ്വരിയാണ്. 2000 സിഡ്നി ഒളിമ്പിക്സിൽ കർണ മല്ലേശ്വരിക്കാണ് ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത. ദെൻ ഇന്ത്യയുടെ വ്യക്തിഗത ഇനത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ ഇന്ത്യക്കാരൻ നമ്മൾ പറഞ്ഞു അഭിനവ് ബിന്ദ്രയാണ് എന്ന് പറഞ്ഞു. അടുത്തതായിട്ട് ഒന്നിലധികം വ്യക്തിഗത ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യ ഇന്ത്യക്കാരന്, അതായത് ഒരു ഇന്ത്യക്കാരൻ ഒന്നിലധികം, അതായത് ഒന്നിൽ കൂടുതൽ മെഡൽ കിട്ടിയ ആദ്യ ഇന്ത്യക്കാരൻ. ഒളിമ്പിക്സിൽ ഒന്നിൽ കൂടുതൽ മെഡൽ കിട്ടിയ ഒരുപാട് ഇന്ത്യക്കാരുണ്ട്. ആദ്യമായിട്ട് ആർക്കാണ് ഒന്നിൽ കൂടുതൽ മെഡൽ കിട്ടിയിട്ടുള്ളത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സുശീൽ കുമാറാണ്. സുശീൽ കുമാറിനാണ് ഒളിമ്പിക്സിൽ ആദ്യമായിട്ട് ഒന്നിലധികം മെഡൽ കിട്ടിയ ഇന്ത്യക്കാരന്. 2008 ബെയ്ജിങ്ങിലും അതുപോലെ 2012 ലണ്ടൻ ഒളിമ്പിക്സിലും. 2008 ബെയ്ജിംഗ് ഒളിമ്പിക്സിലും 2012 ലണ്ടൻ ഒളിമ്പിക്സിലുമാണ് സുശീൽ കുമാറിന് എന്ത് കിട്ടിയത്? മെഡൽ കിട്ടിയത്. ബാഡ്മിന്റൺ വിഭാഗത്തിൽ ആദ്യമായിട്ട് മെഡൽ നേടിയത് നമുക്കറിയാം സൈന നെഹ്വാൾ അല്ലേ? വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബാഡ്മിന്റൺ താരമാണ്. അപ്പൊ ബാഡ്മിന്റൺ വിഭാഗത്തിൽ ആദ്യമായിട്ട് മെഡൽ കിട്ടിയത് സൈന നെഹ്വാളിനാണ്. ടെന്നീസിൽ ആദ്യമായിട്ട് മെഡൽ കിട്ടിയത് ആർക്കായിരുന്നു? ടെന്നീസിൽ ആദ്യമായിട്ട് മെഡൽ കിട്ടിയത് ആർക്കായിരുന്നു? ലിയാണ്ടർ പേസ്. ബാഡ്മിന്റൺ വിഭാഗത്തിൽ ആദ്യം മെഡൽ നേടിയത് സൈന നെഹ്വാൾ ആണ്. സൈന നെഹ്വാളിനും 2012 ലണ്ടൻ ഒളിമ്പിക്സ്. ലണ്ടനിൽ 3 പ്രാവശ്യം ഒളിമ്പിക്സ് നടന്നെന്ന് പറഞ്ഞു. അപ്പൊ അതിൽ 3ാമത്തെ പ്രാവശ്യം നടന്നത് ലണ്ടൻ 2012 അതില് ബ്രോൺസ് മെഡൽ, വെങ്കല മെഡലാണ് ആർക്ക് കിട്ടിയത്? സൈന നെഹ്വാളിന് കിട്ടിയത്. ബാഡ്മിന്റൺ ആണ് സൈന നെഹ്വാളിന്റെ ഐറ്റം. ദെൻ ബോക്സിംഗിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത മേരി കോം ആണ്. മേരി കോം അറിയില്ല? മേരി കോമിനെ? മേരി കോം എന്ന് പറഞ്ഞ ഫിലിം കണ്ടിട്ടുണ്ടോ? ഫിലിം കണ്ടൊക്കെ ഉണ്ട്. ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു ഫിലിമാണ്. ബോക്സിംഗിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത മേരി കോം ആണ്. ബാഡ്മിന്റണിൽ ആദ്യ മെഡൽ നേടിയ ഇന്ത്യൻ വനിത സൈന നെഹ്വാൾ ആണ്. ദെൻ ഫൈനലിൽ എത്തിയ ആദ്യ ഇന്ത്യക്കാരൻ, അതായത് ഒളിമ്പിക്സിന്റെ ചരിത്രത്തില് ആദ്യമായിട്ട് ഒളിമ്പിക്സിന്റെ ഫൈനലിൽ എത്തിയ ഇന്ത്യക്കാരൻ ആരെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മിൽഖ സിംഗ് ആണ്. മിൽഖ സിംഗ് ആണ് ഒളിമ്പിക്സിന്റെ ഫൈനലിലേക്ക് കടന്ന ആദ്യ ഇന്ത്യക്കാരൻ. മിൽഖ സിംഗ്. ആ മിൽഖ സിംഗിന് അറിയപ്പെടുന്ന ഒരു പേരാണ് പറക്കും സിംഗ്. പറക്കും സിംഗ് എന്നറിയപ്പെടുന്നത് ആരെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മിൽഖ സിംഗ് ആണ്. ഒളിമ്പിക്സിന്റെ ഫൈനലിൽ എത്തിയ ആദ്യ ഇന്ത്യക്കാരൻ മിൽഖ സിംഗ്. ഇതിന് ഒളിമ്പിക്സും കേരളവും തമ്മിലുള്ള കാര്യങ്ങളാണ്. നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ എടുക്കാം. നമുക്ക് കുറെ സമയമായില്ലേ? കുറെ എടുത്താൽ ബോറടിക്കും. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒളിമ്പിക്സും കേരളം തമ്മിൽ അതിന്റെ ബാക്കി കുറച്ച് കാര്യങ്ങളും അതുപോലെ പറ്റുകയാണെങ്കിൽ ഏഷ്യൻ ഗെയിംസും കോമൺവെൽത്ത് ഗെയിംസിനും കൂടി ഉൾപ്പെടുത്താം. ഇന്ന് എത്രയും മതി. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം.